Good morning, everyone. Welcome to session number 21 of Skill Sprint 2025, a flagship initiative by JCI Tripura. As you all know, Skill Sprint 2025 is not just a training series. It is a movement to learn, grow, and empower individuals and communities through consistent, high-impact sessions every week. This Sunday, we focus on one of the most critical and heartfelt topics: play, talk, grow, parenting secrets for young kids. In an age of digital distractions and fast paced lives, it is crucial for young parents and mentors to understand the real art of parenting, not just managing kids, but nurturing future ready individuals. And to guide us through this powerful journey, we have with us JCI Senator Jason Arakil, a name that echoes across Kerala when we talk about human centric training and executive coaching. JCI Senator Jason Arakil is the Director and Chief Trainer at Success Mind Trainers, Kochi. With over 1,000 training sessions under his belt, he's inspired and impacted thousands through his fun-filled, empathy-driven style of facilitation. His client list speaks volume: Kerala State Electricity Board, Kerala Fire Force, LIC of India, Kerala Merchant Association, just to name a few. He is a certified NLP trainer, a soft skills visiting faculty at IMG Kochi and Kozhikode, and a key resource person for KCBC Youth Commission since 2015. What makes him truly special is his ability to blend emotional intelligence, public speaking, and mindful relaxation techniques into practical sessions. Today, he brings all that expertise to help us better understand the parenting dynamics for young children. So, ladies and gentlemen, sit back, take notes, and let's learn from the best. Please join me in welcoming our dynamic speaker, JCI Senator Jason Arakil. Over to you, sir. Thank you, Sudesh. Thank you so much. Good morning, all. ഈ പാരന്റിംഗ് സെഷൻ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ചാറ്റ് ബോക്സിൽ ഒരു കാര്യം ഒന്ന് ടൈപ്പ് ചെയ്യണം. നമ്മുടെ കുട്ടികൾ, നമുക്ക് എത്ര കുട്ടികളുണ്ട്, അവരുടെ ഒരു ഏജും എത്രയാണെന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ അതെനിക്കൊരു ഒത്തിരി ഉപകാരപ്പെടും. താങ്ക് യു സുദേശ്, രേഷ്മ, അഞ്ജലി, താങ്ക് യു ഷൈനി, താങ്ക് യു നിർമ്മല മാം, താങ്ക് യു ഹരി, താങ്ക് യു ദീപക്, താങ്ക് യു ധന്യ മാം, താങ്ക് യു അന്തന, താങ്ക് യു ഷിജി, താങ്ക് യു JS, താങ്ക് യു സനിൽ കുമാർ, താങ്ക് യു ലക്ഷ്മി പ്രിയ. വളരെ കുറച്ച് സമയം ഉള്ള ഒരു സെഷനാണ്. പേരന്റിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളെല്ലാവരും പേരൻസ് ആണ്. ശരിക്കും പറഞ്ഞാൽ പേരന്റിംഗ് എന്ന് പറയുന്ന ഒരു ബ്ലെസ്സിങ് ആണ്. നമ്മുടെ മൊബൈൽ എടുത്തിട്ട് ആ കോൺടാക്ട് ലിസ്റ്റ് ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ, ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി റിലേറ്റീവ്സ്, ഫ്രണ്ട്സിന്റെ ഒക്കെ കോൺടാക്ട് ഉണ്ട്. അതിൽ തന്നെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് കുറേ നാളായിട്ടും കുട്ടികളില്ലാത്തവരെ നമുക്ക് അറിയാം, നേരിട്ട് പോലും അറിയാം. അപ്പോൾ നമുക്ക് കുട്ടികളുണ്ട് എന്നുള്ളതും നമ്മൾ പേരൻസ് ആണ് എന്നുള്ളതും ഒരു ഗ്രേസും ബ്ലെസ്സിങ്ങുമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഈശ്വരൻ നൽകിയിട്ടുള്ള ആ കുട്ടികളെ, ആ മക്കളെ ഈ സമൂഹത്തിന് ഏറ്റവും അനുയോജ്യരായിട്ട്, ഏറ്റവും മിടുക്കരായിട്ട്, അവർ ഏത് സാഹചര്യത്തിലാണോ ഉള്ളത് അവരെ അങ്ങനെ ഉൾക്കൊണ്ടുകൊണ്ട് അവരെ നമ്മൾ വളർത്തുന്നു. പക്ഷേ കാലത്തിന്റെ പ്രത്യേകതയിൽ പല മാറ്റങ്ങളിലും നമ്മുടേതായ മാറ്റങ്ങൾ, സമൂഹത്തിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ പലപ്പോഴും പേരന്റിങ് ഒരു ചലഞ്ചിങ് ആയിട്ട് മാറുന്നുണ്ട്. പലപ്പോഴും നമ്മൾ സ്ട്രഗിൾ ചെയ്യാറുണ്ട്. സോ ഈ സാഹചര്യത്തിൽ ഇന്ന് ഒരു പേരന്റ് എന്ന നിലയിൽ നമ്മുടെ കുട്ടികളെ എങ്ങനെ ഡീൽ ചെയ്യണം എന്നതിനെ കുറിച്ച് വളരെ ചുരുങ്ങിയ സമയത്ത് നമുക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളായി ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഈ സെഷന്റെ ഉദ്ദേശം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് അറിയില്ലാത്ത കാര്യങ്ങളൊന്നുമല്ല. പക്ഷെ ജീവിത തിരക്കിന്റെ ഇടയിൽ എപ്പോഴോ നമ്മൾ മറന്നുപോയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി പ്രാക്ടീസിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെ നമുക്ക് ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്യാൻ, ഒന്ന് ഓർത്തെടുക്കാൻ സഹായിക്കുമെന്നുള്ളതായിരിക്കാം ഈ ക്ലാസിന്റെ ഒരു പ്രത്യേകത. സോ ഒരിക്കൽ കൂടി നിങ്ങൾ എല്ലാവരെയും ഈ ഒരു സെഷനിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമുക്ക് നമ്മുടെ കുട്ടികളുടെ ഏജ് എഴുതി. അപ്പോൾ ടീനേജ് പ്രായം വരെയുള്ള ഇൻഫന്റ് ആയിട്ടുള്ള കുട്ടികൾ, ചെറിയ കുട്ടികൾ മുതൽ ടീനേജ് പ്രായത്തിലുള്ള കുട്ടികളുടെ വരെ പേരൻസ് ഉണ്ട്. അപ്പോൾ അതുവരെയുള്ള കാര്യങ്ങൾ നമുക്ക് ഒന്ന് ചർച്ചയ്ക്ക് വിധേയമാക്കാം. പലപ്പോഴും നമ്മൾ കുട്ടികളെ വളർത്തുമ്പോൾ ഒരു പൂന്തോട്ടത്തിലെ പൂവ് വളർത്തുന്നത് പോലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്നാണ് പലപ്പോഴും തോന്നാറ്. ഒരു പൂന്തോട്ടത്തിലെ പൂവ് വളരണമെങ്കിൽ അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആ ചെടിക്ക് ചുറ്റും കൃത്യമായ സമയങ്ങളിൽ വെള്ളവും വളവും ഇടുകയും, ചുറ്റും പുല്ലൊക്കെ, കളയൊക്കെ വളർന്നു വരുന്ന സമയത്ത് അത് പ്രോപ്പറായിട്ടുള്ള സമയങ്ങളിൽ അത് പറിച്ചു കളയുകയും, കൃത്യമായ സൂര്യപ്രകാശം അതിലേക്ക് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും,
എല്ലാ ദിവസവും അതിനൊരു പ്രോപ്പർ കെയർ കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് ആ ചെടി മനോഹരമായി വളർന്നു വരുന്നത്. അപ്പൊ അവിടെ നമ്മുടെ ഒരു ശ്രദ്ധയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്, നമ്മുടെ ഒബ്സർവേഷന് വലിയ പ്രാധാന്യമുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ കൊടുക്കുന്ന ഒരു കെയറും അവിടെ വിലപ്പെട്ടതാണ്. നമ്മുടെ കുട്ടികളെയും ഇതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഓരോ മാറ്റങ്ങളെയും കൃത്യമായി ഒബ്സർവ് ചെയ്ത് ഓരോ പ്രായത്തിലും അവർ നേരിടാൻ പോകുന്ന ചലഞ്ചസിനെ, അവരുടെ സ്വഭാവത്തിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളെ മുൻകൂട്ടി മനസ്സിലാക്കി അവരെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ഒരു പേരന്റിങ്ങിലെ വിജയം. സോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. ആദ്യം തന്നെ പലപ്പോഴും കുട്ടികളെ ഉപദേശിക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല. നമ്മൾ ഒരു തിരുത്തൽ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അവരെ വഴക്ക് പറയുമ്പോൾ, അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ പലപ്പോഴും കുട്ടികൾ അത് ഉൾക്കൊള്ളാൻ മനസ്സ് കാണിക്കാറില്ല. സ്ഥിരമായി പറഞ്ഞു കഴിഞ്ഞാൽ അവരത് പിന്നെ മൈൻഡ് പോലും ചെയ്യാറില്ല. അപ്പൊ ഇവിടെ അത്തരത്തിൽ വഴക്കു പറയുന്നതിനേക്കാൾ കുറച്ചും കൂടെ ബെറ്റർ ആവുക ചെറിയ പ്രായത്തിൽ തന്നെ ഒരു റൂൾ ഓഫ് ഡിസിപ്ലിൻ നമ്മുടെ വീട്ടിൽ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ അത് വളരെ മനോഹരമാവും. റൂൾ ഓഫ് ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ മറ്റൊന്നുമല്ല, ഇപ്പൊ നാലും കൂടിയ ഒരു ജംഗ്ഷനിൽ സിഗ്നൽ ഉള്ളതുകൊണ്ടാണ് അവിടെ ബ്ലോക്ക് വരാതെ സ്മൂത്ത് ആയിട്ട് വണ്ടികൾ കടന്നു പോകുന്നത്. ഇടതുവശവും വലതുവശവും ചേർന്ന് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമെന്ന കൃത്യമായ നിയമ സംവിധാനം ഉള്ളതുകൊണ്ടാണ് വണ്ടികൾ സ്മൂത്ത് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നത്. അത് കൃത്യമായ ഒരു നിയമ സംവിധാനം, ഒരു ഡിസിപ്ലിൻ അവിടെ ഉള്ളതുകൊണ്ട്. ഒരു സ്കൂൾ ആയിക്കോട്ടെ, രാവിലെ 9 മുതൽ വൈകിട്ട് 4 വരെ ആ ഒരു സമയത്ത് സ്കൂൾ ഉണ്ട് എന്നും ഓരോ നിശ്ചിത സമയം കഴിയുമ്പോൾ ഓരോ പീരീഡുകളായിട്ട് ഷെഡ്യൂൾ ചെയ്യുന്നു എന്നുള്ളതുമാണ് കൃത്യമായും ഡിസിപ്ലിൻഡ് ആയിട്ടും ആ കാര്യങ്ങൾ പോകാനുള്ള കാരണം. ഇവിടെ നമ്മുടെ കുടുംബങ്ങളിലും പണ്ടുണ്ടായിരുന്ന പോലെ തന്നെ ഒരു ഡിസിപ്ലിൻ, പക്ഷെ ഇപ്പോഴത്തെ കുടുംബത്തില് അണുകുടുംബങ്ങളില് അത്തരത്തിലുള്ള ഒരു ഡിസിപ്ലിൻ നമുക്ക് എവിടേക്കോ ചെറുതായിട്ട് നഷ്ടമായോ എന്നൊരു സംശയമുണ്ട്. പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ, അത് കൃത്യമായ സമയങ്ങളിൽ ഭക്ഷണം കഴിക്കുന്നു, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു, ഒരുമിച്ചിരുന്ന് വീട്ടിലെ ചില കാര്യങ്ങൾ ചെയ്യുന്നു. ഇതിലെല്ലാം കൃത്യമായ സമയങ്ങളും ആ സമയത്ത് അത് ചെയ്യണമെന്നുള്ള ഒരു എന്താ പറയാ ഒരു ശൈലിയും നമ്മുടെ കുടുംബത്തിലൊക്കെ ഉണ്ടായിരുന്നു. അത് പ്രത്യേകിച്ച് പേരൻസ് നമ്മളെ ആരെയും പറഞ്ഞ് നിയന്ത്രിക്കേണ്ട കാര്യമില്ലായിരുന്നു. എല്ലാ ദിവസവും അത് ഫോളോ ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ അങ്ങനെയല്ല. പലപ്പോഴും നമ്മുടെ ടൈം ഷെഡ്യൂൾ പലപ്പോഴും തെറ്റിപ്പോവാറുണ്ട്. പലവിധ കാര്യങ്ങൾ കയറി ഇറങ്ങി വരാറുണ്ട്. ഒരു കൃത്യമായ ഒരു ഡിസിപ്ലിൻ ഇപ്പൊ നമ്മുടെ കുടുംബത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നൊരു സംശയം. സോ ഒരു ചെറിയ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം രാവിലെ എഴുന്നേറ്റാൽ പ്രഭാത കർമ്മങ്ങൾ കൃത്യങ്ങൾ ചെയ്യണമെന്നും അതിൽ പല്ല് തേക്കണമെന്നും ഒക്കെയുള്ള കൃത്യമായ കാര്യങ്ങൾ നമ്മൾ ചെറുപ്പത്തിൽ അവർക്ക് പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്ത് അവരെ പഠിപ്പിച്ചിട്ടുള്ളത് കൊണ്ടാണ് അവർ നന്നായിട്ട് ആ കാര്യങ്ങൾ ചെയ്യുന്നത്. ചെറുപ്പത്തില് പല്ല് തേപ്പിക്കാൻ ഈവൻ നമ്മൾ ചെറുപ്പത്തിലായിരുന്നപ്പോഴാണെങ്കിലും ആദ്യ നാളുകളിൽ പേരൻസ് നിർബന്ധിച്ച് നമ്മളെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ കുറച്ച് വലുതായി കഴിഞ്ഞപ്പോൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ പ്രത്യേകിച്ച് പേരൻസ് നമ്മളെ വഴക്ക് പറയാനോ നിർബന്ധിക്കാനോ വരേണ്ട കാര്യമില്ല. നമ്മൾ പല്ല് തേക്കും. കാരണം അത് നമ്മുടെ ഒരു ഹാബിറ്റിന്റെ ഭാഗമായി. അത്തരത്തിൽ നല്ല ഒരു ഡിസിപ്ലിനും ഒരു ഹാബിറ്റും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ കുട്ടികളിലും ചെറുപ്പം മുതലേ അത് ഒന്ന് ചേർത്ത് വെക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെ നമുക്ക് ഒരു പരിധിയിൽ കൂടുതൽ അവരെ ചില കാര്യങ്ങൾ ചെയ്യാൻ നിർബന്ധിക്കേണ്ടതായിട്ട് വരികയില്ല. അപ്പോൾ ഞാൻ പറയുന്ന ആദ്യത്തെ ഒരു പോയിന്റ് ഇതാണ്. ചെറുപ്പം മുതലേ നമ്മുടെ കുടുംബങ്ങളിൽ ഒരു ഡിസിപ്ലിൻ, അത് കൃത്യമായ ഒരു ഫോർമാറ്റിൽ നമ്മുടെ ഫാമിലി ലൈഫ് പോകുന്നുണ്ട്. അത് കുട്ടികൾക്ക് വേണ്ടി മാത്രമല്ല, നമ്മളും അത് ഏറ്റെടുത്തുകൊണ്ട് കൃത്യമായ രീതിയിൽ നമ്മുടെ കുടുംബത്തിന്റെ സംവിധാനം കൃത്യമായി പോകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അതിലൂടെ നമ്മുടെ കുട്ടികളെ കൊണ്ടുവരികയും ചെയ്യുക. ഈ ഡിസിപ്ലിൻ കൃത്യമായി നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമ്മുടെ കുട്ടികളെ നമുക്ക് ഓവറായിട്ട് അഡ്വൈസ് ചെയ്യുകയോ ഓവറായിട്ട് നിയന്ത്രിച്ച് നിർത്തുകയോ ചെയ്യേണ്ട സാഹചര്യം വരികയില്ല. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടാണ് നമ്മുടെ കുട്ടികളുമായിട്ടുള്ള ഒരു ഓപ്പൺ ഡിസ്കഷൻ. അത് കുറച്ചുകൂടെ ഒരു 5 വയസ്സ് 6 വയസ്സായിട്ടുള്ള കുട്ടികളൊക്കെ പ്രായമൊക്കെ ആയി കഴിയുമ്പോൾ മുതൽ കുഞ്ഞു കുട്ടികളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് കുറെ സംശയങ്ങൾ ചോദിക്കും. അപ്പോ ചിലത് ബാലിശമായിട്ടുള്ള സംശയങ്ങളായിരിക്കാം. ചിലപ്പോൾ നമ്മൾ തിരക്കിട്ട് നമ്മൾ ആകെ ഇമോഷണലി ബ്രേക്ക് ആയിരിക്കുന്ന സമയത്തൊക്കെ ആയിരിക്കാം അവർ വന്ന് ചോദിക്കുന്നത്. അപ്പൊ ചിലപ്പോഴെങ്കിലും അങ്ങനെ സംശയങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ അവരെ വഴക്ക് പറഞ്ഞ് മിണ്ടാതിരിക്കാൻ പറയാറുണ്ട്. ആ ഒരു സമയത്ത് അവർ പേടിച്ച് മിണ്ടാതെ ഇങ്ങോട്ട് തിരിച്ചു പോകുമായിരിക്കാം. എന്നിട്ട് കുറച്ച് വലുതായി കഴിയുമ്പോൾ അവരെന്തുകൊണ്ടാണ് മിണ്ടാത്തെ എന്ന് പറഞ്ഞ് നമ്മൾ അവരെ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ ഒരു കാരണവശാലും നമ്മുടെ ചെറിയ കുട്ടികൾ നമ്മളുടെ അടുത്ത് വന്ന് സംശയങ്ങൾ ചോദിക്കുമ്പോൾ, നമ്മളോട് സംസാരിക്കാൻ വരുമ്പോൾ
അപ്പൊ നമ്മൾ തിരക്കാണെന്ന് അവർക്ക് അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മുടെ മാനസികാവസ്ഥ എന്താണെന്ന് അവർ തിരിച്ചറിയണമെന്നില്ല. പക്ഷെ ആ, ഏത് സാഹചര്യമാണെങ്കിലും നമ്മുടെ കുട്ടികൾ നമ്മുടെ അടുത്ത് സംസാരിക്കാൻ വരുമ്പോൾ, പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾ സംസാരിക്കാൻ വരുമ്പോൾ, എത്ര തിരക്കാണെങ്കിലും ആ ഒരു മൊമെന്റിൽ ആ തിരക്കിനെ ഒന്ന് മാറ്റിവെച്ച് അവരെ കേൾക്കാനും അവരോട് സംസാരിക്കാനും അവരായിട്ട് ഒരു ഓപ്പൺ ഡിസ്കഷൻ, അതായത് പ്രത്യേകിച്ച് സ്കൂളൊക്കെ വിട്ടു വരുമ്പോൾ അവർ വിശേഷങ്ങൾ പങ്കുവെക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. കാരണം സ്കൂളിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ നമ്മുടെ ഒരു നോട്ടം ഇല്ല. അപ്പൊ സ്കൂളിൽ പോയിട്ട് അവര് കൂട്ടുകാരുമായിട്ട് എന്താണ് സംസാരിക്കുന്നത്, അവരെന്താണ് കൂട്ടുകാരിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് വരുന്നത്, കേട്ടിട്ട് വരുന്നത്, സ്കൂളിൽ എന്തെല്ലാം സംഭവിച്ചു, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് അവരെ കേൾക്കാനുള്ള നമ്മളോട് ഒരു അക്സെപ്റ്റൻസ് കൊടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ കൂടുതൽ കാര്യം നമ്മളോട് ഓപ്പൺ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഈ ഓപ്പൺ ഡിസ്കഷൻ ചെറുപ്രായത്തിലേ മുതൽ നമ്മൾ ബിൽഡ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ, അതിനെ കൃത്യമായിട്ട് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ, അതായത് ഒരു ടീനേജ് പ്രായം എത്തുമ്പോഴും അവർ ആ ഒരു റിലേഷൻ, ആ ഒരു ബോണ്ടിങ് നിലനിർത്തും. അത് വലുതായി കഴിയുമ്പോഴും അവരെന്ത് കാര്യവും അച്ഛനോടും അമ്മയോടും തുറന്നു പറയാനുള്ള ഒരു ഫ്രീഡം അവർക്ക് ഉണ്ടെന്നുള്ള തോന്നലില് അവർ വന്ന് പറയാൻ ഇവിടെയാകും. അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു ഓപ്പൺ ഡിസ്കഷനുള്ള സ്പേസ് നമ്മുടെ കുട്ടികൾക്ക് പേരൻസ് എന്ന നിലയിൽ നമ്മൾ കൊടുക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. ഈ ഓപ്പൺ ഡിസ്കഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ലിസൺ മോർ ടോക്ക് ലെസ് എന്നുള്ളതാണ്. ഓപ്പൺ ഡിസ്കഷൻ എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ വിളിച്ചിരുത്തി അവരെ ഉപദേശിക്കുന്നതാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അവരെ കൂടുതൽ കേൾക്കുകയും കുറച്ച് കാര്യങ്ങൾ അവരോട് പറയുകയും ചെയ്യണം. 80% നമ്മുടെ കുട്ടികളുമായിട്ടുള്ള ഡിസ്കഷനിൽ അവരാണ് സംസാരിക്കേണ്ടത്, 20% മാത്രമേ നമ്മൾ സംസാരിക്കുകയുള്ളൂ. ഒരു ടീനേജ് പ്രായത്തിലുള്ള കുട്ടികളൊക്കെയാണ്, ആ ഒരു സമയത്താണ് നമ്മൾ ഇവരോട് ഓപ്പൺ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഒരു റിജക്ഷൻ എപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കണം. നമ്മൾ പറയുന്ന എല്ലാ കാര്യവും അവർ അംഗീകരിച്ചു എന്ന് വരില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള ബോധ്യങ്ങളുണ്ട്, അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ട്, അവരുടേതായിട്ടുള്ള ഫ്രീഡം ഉണ്ട്. സോ അങ്ങനെ വരുമ്പോൾ നമ്മൾ പറയുന്ന ചില കാര്യങ്ങൾ ഈ ആധുനിക കാലഘട്ടവുമായി അവർ കണക്ട് ചെയ്യുമ്പോൾ അത് ചില ക്ലീഷയായിട്ട് അവർക്ക് ഒരു പക്ഷെ തോന്നാം. അപ്പൊ അത്തരത്തിലുള്ള ചില റിജക്ഷൻസ് നമ്മൾ ടീനേജ് കുട്ടികളുമായിട്ട് ഡിസ്കഷൻ നടത്തുമ്പോൾ അത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ ഓപ്പൺ ഡിസ്കഷൻ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനും നമ്മളെ സഹായിക്കും. ആ ഒരു ഓപ്പൺ ഡിസ്കഷൻ നമ്മുടെ കുട്ടികളുമായിട്ടും കൊടുക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. കുട്ടികളെ തിരുത്തുമ്പോൾ, പ്രത്യേകിച്ച് ടീനേജ് പ്രായത്തിലുള്ള കുട്ടികളെ തിരുത്തുമ്പോൾ നമുക്ക് വഴക്ക് പറയണം, എന്തായാലും വഴക്ക് പറയണം. അവർ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയല്ലെങ്കിൽ അവരെ തിരുത്തണം, കറക്ഷൻസ് കൊടുക്കണം. അതല്ലാതെ അവരുടെ ഇഷ്ടത്തിന് നമ്മൾ വിടുക എന്നുള്ളത് ശരിയായിട്ടുള്ള കാര്യമല്ല. പലപ്പോഴും പല കുടുംബങ്ങളിലും കുട്ടികൾ ഫാമിലിനെ നിയന്ത്രിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. പേരൻസ് ഒക്കെ കുട്ടികളെ പേടിച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഫാമിലിയിലും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെ കറക്ഷൻസ് കൃത്യമായ ഇന്റർവെല്ലുകളിൽ അവർക്ക് കൊടുക്കണം എന്നുള്ളത് പ്രധാനപ്പെട്ട. പക്ഷെ കറക്ഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് ഈ രീതിയിൽ കൊടുക്കണമെന്നാണ് പറയുന്നത്. പ്രൈസ്, ക്രിറ്റിസിസം, പ്രൈസ്. ദാറ്റ് മീൻസ് നമ്മളെ ആ കുട്ടി ചെയ്ത ഒരു കാര്യത്തിന് നമുക്കൊരു തിരുത്തൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ 4 പേരുടെ മുമ്പിൽ വെച്ചിട്ട് വളരെ ഷൗട്ട് ചെയ്തിട്ടുള്ള രീതിയിലല്ല അവരെ തിരുത്താൻ ശ്രമിക്കേണ്ടത്. ഇപ്പൊ എല്ലാവരും ഇരിക്കുന്ന സമയത്ത് ആ കുട്ടി ഒരു എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരുത്തിയെന്ന് വിചാരിക്കുക. ആ മൊമെന്റിൽ നമ്മൾ ദേഷ്യപ്പെടാറുണ്ട്. ആ മൊമെന്റിൽ നമ്മൾ ഇമോഷണലി ദേഷ്യം വന്നിട്ട് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ആ കുട്ടിയോട് വഴക്ക് പറയാറുണ്ട്. പക്ഷെ ആ സമയത്ത് നമ്മൾ സൈലന്റ് ആവുക എന്നുള്ളത് തന്നെയാണ്. ആ കുട്ടി ചെയ്യുന്ന കാര്യത്തെ പിന്നീട് മുമ്പോട്ട് കൊണ്ടുപോകാത്ത രീതിയിൽ ഒന്ന് നിയന്ത്രിക്കണം. അതല്ലാതെ ആ ഓപ്പൺ സ്പേസിൽ ആ കുട്ടീനെ ഒരിക്കലും വഴക്ക് പറയരുത്. മറിച്ച് ആ സമയം കഴിഞ്ഞ് ഒരു ഫ്രീ ടൈം കിട്ടിക്കഴിയുമ്പോൾ ആ കുട്ടീനെ അടുത്ത് വിളിച്ചിരുത്തുകയും സ്നേഹത്തോടെ ആ കുട്ടി ചെയ്യുന്ന നല്ല കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു തുടങ്ങി തിരുത്തേണ്ട കാര്യങ്ങളെ കുറിച്ച് വളരെ ഷോർട്ടായിട്ട് പറഞ്ഞ് വീണ്ടും നല്ല കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കണം. അതായത് നമ്മൾ ഒരു തിരുത്തൽ കൊടുത്തു കഴിയുമ്പോൾ വിഷമത്തോടെ ആയിരിക്കരുത് ആ കുട്ടി നമ്മുടെ അടുത്തുനിന്ന് പോകേണ്ടത്. അതായത് നമുക്ക് എല്ലാവർക്കും പ്ലസും മൈനസും ഉണ്ട്. അവിടെ ആ കുട്ടിയുടെ പ്ലസിനെ എടുത്തു പറഞ്ഞ് കറക്ഷൻ പോയിന്റ് പറഞ്ഞ് വീണ്ടും ആ പ്ലസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് ആ കുട്ടിക്ക്, അതായത് ആ ബോധ്യം കിട്ടി, താൻ ചെയ്തത് ശരിയായില്ല എന്നുള്ളൊരു ബോധ്യം കിട്ടുക, ഇനി അത് ആവർത്തിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ പർപ്പസ്. അവിടെ ആ കുട്ടിയുടെ നല്ല കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുകയും തിരുത്തേണ്ട കാര്യം വളരെ ഷോർട്ടായിട്ട് കൃത്യമായും ക്രിസ്പായിട്ടും പറയുകയും ദെൻ ആ കുട്ടിയുടെ പോസിറ്റീവ് കാര്യം പറഞ്ഞ് അവസാനിക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. സോ ഈ രീതിയിൽ നമുക്ക് ആ കുട്ടിയെ തിരുത്താൻ പറ്റിക്കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി ഇഫക്റ്റീവ് ആകും. അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം ടുഗദർനെസ് ആണ്. ടുഗദർനെസ് പലപ്പോഴും നമ്മുടെ കുട്ടികളുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കും. പ്രത്യേകിച്ച് ചില അമ്മമാർ കുട്ടികളുടെ എല്ലാ കാര്യവും ചെയ്തു കൊടുക്കും, അല്ലെ? അടുക്കളയിൽ നിന്ന് പ്ലേറ്റിൽ ഫുഡ് കൊണ്ടുപോയിട്ട് ടേബിളിൽ കൊണ്ടുപോയി വെച്ചു കൊടുക്കും, ചിലപ്പോൾ വാരി കൊടുക്കും. പ്രത്യേകിച്ച് അമ്മമാര് ചെയ്യുന്ന ആക്ടിവിറ്റിയാണ്. അതൊരു സ്നേഹത്തിൽ നിന്ന് വരുന്ന. പക്ഷെ എന്നാന്നറിയാമോ, ഒരു പ്രായം കഴിഞ്ഞു അത് കണ്ടിന്യൂ ചെയ്ത് പോകരുത്.
അവർ സ്വന്തമായി കഴിക്കേണ്ട അല്ലെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യേണ്ട ഓരോരോ സമയങ്ങളിൽ അത് അവർക്ക് സ്വന്തമായി തന്നെ ചെയ്യാനുള്ള സ്പേസ് നമ്മൾ ഒരുക്കി കൊടുക്കണം. അപ്പൊ ചോറ് വാരി ഉണ്ണുന്ന സമയത്ത് ചെറുപ്പത്തിലാണെങ്കിൽ അപ്പൊ ചിലപ്പോൾ ആ കുട്ടി മുഴുവൻ ഫുഡ് കഴിച്ചില്ല എന്ന് വരും. അപ്പൊ ഇതിനും പ്രത്യേകിച്ച് നമ്മൾ പേരൻസിന് ബുദ്ധിമുട്ട് വന്നിട്ട് ചെന്നിട്ട് വാരി കൊടുക്കും. ക്ലിയർ? ചില സാഹചര്യങ്ങളിൽ ഇറ്റ്സ് ഓക്കെ. പക്ഷെ തുടക്കത്തിൽ അത് ചോറ് വാരി ഉണ്ണാൻ അറിയില്ല, ടേബിൾ മുഴുവൻ നിരത്തുന്നുണ്ടാവാം. അപ്പൊ അതൊന്നും വരാതിരിക്കാൻ വേണ്ടി ചില പേരൻസ് എങ്കിലും അത് അവര് തന്നെ ചെയ്തു കൊടുക്കാറുണ്ട്. അതിന്റെ ഒരു അപകടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി വളരുന്തോറും അവർക്ക് സ്വന്തമായിട്ട് ഒരു കാര്യം ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി വരാതിരിക്കും. അവിടെ ഒരു ടുഗദർനെസ് പ്രാക്ടീസ് ചെയ്യണം. അതായത് നമ്മളും കുട്ടികളുടെ കൂടെ തന്നെ ഫുഡ് കഴിക്കണം. ആദ്യം അവർ ഒറ്റയ്ക്ക് കഴിക്കാൻ ഉള്ള ഒരു സമയമായി കഴിയുമ്പോൾ നമ്മൾ നേരെ ഓപ്പോസിറ്റ് ഇരുന്നിട്ട് നമ്മൾ വാരി കഴിക്കുന്നത് അവർ കണ്ടിട്ട് അവർ തന്നെ വാരി കഴിക്കാനുള്ള ഒരു ടെൻഡൻസി അവർക്ക് വരും. അവരത് നോക്കി ചെയ്തോളും. അതുപോലെ തന്നെ അതിനകത്ത് ടുഗദർനെസ്സിലേക്ക് വരുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ വീട് ക്ലീൻ ചെയ്യുന്നു. വീട് ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ കുട്ടീനെ കാണിച്ചു കൊടുക്കുന്നു. ആ കുട്ടീനെ കൂടുതലായിട്ട് നിർബന്ധിക്കരുത്. ചെറിയ ചെറിയ ഹെൽപ്പുകൾ ചോദിക്കണം. ഇപ്പോ ഡസ്റ്റ്ബിൻ എടുത്തുകൊണ്ട് വരാൻ, അതൊന്നും എടുത്തുകൊണ്ട് വന്നേ മോളെ, അതൊന്നും എടുത്തുകൊണ്ട് വന്നേ മോനെ എന്ന് പറയുന്നു. ആ കുട്ടി പോകുന്നു, അത് എടുത്തുകൊണ്ട് വരുന്നു. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ പ്രചോദിപ്പിക്കുകയും ആ ചെറിയ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞതിന് ശേഷം ആ കുട്ടിയെ അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യണം. അവിടെ ഉണ്ടാവുന്ന അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പം മുതലേ ഈ കാര്യങ്ങളെല്ലാം ഒരുമിച്ചാണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ബോധ്യം ആ കുട്ടിക്ക് കിട്ടുക. എന്റെ കുട്ടിക്ക് 7 വയസ്സാണുള്ളത്. ചെറുപ്പത്തിലെ തന്നെ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ കണ്ടിട്ട് ഈ മിറ്റമടിക്കുക എന്നുള്ളത് സ്ത്രീകൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, അല്ലെങ്കിൽ പെൺകുട്ടികൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് ആൺകുട്ടികൾ ചെയ്യുന്നത് ശരിയല്ല. കാലം മാറി. ഇപ്പൊ ഞാനും എന്റെ വൈഫും ആണെങ്കിലും ഞാൻ വൈഫ് അടുക്കളയിൽ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഞാൻ പോയി മിറ്റടിക്കുമ്പോൾ ചുറ്റുമുള്ള ആളുകൾ നോക്കാറുണ്ട്. ഒരുപക്ഷെ അവരുടെ മനസ്സിൽ വിചാരിക്കായിരിക്കും ഇതെന്നെ ഈ പുള്ളിക്കാരൻ കാണിക്കുന്നതെന്ന് ഒരുപക്ഷെ തോന്നുന്നുണ്ടാവും. പക്ഷെ അത് എന്നെ ബാധിക്കുന്നില്ല. ഇത് കണ്ടുകൊണ്ട് ഒരു ദിവസം ഞാൻ നോക്കിയപ്പോൾ അവൻ വേറൊരു ചെറിയ ചൂലെടുത്തിട്ട് എന്റെ കൂടെ അടിക്കാൻ കൂടി. അപ്പൊ വൈഫ് പറഞ്ഞു അവൻ എന്തിനാ അടിക്കണേ, അവനെ ഇങ്ങോട്ട് കയറ്റി വിടാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് വേണ്ട, അവൻ ചെയ്തോട്ടെ. ഇത് ഒരു പ്രത്യേകിച്ച് ഒരാൾക്ക് മാത്രം ചെയ്യേണ്ട ഒന്നല്ലല്ലോ. അപ്പൊ ഇത്തരത്തില് ചെറിയ ചെറിയ കാര്യങ്ങൾ എനിക്ക് ഉറപ്പുണ്ട് അവൻ വലുതായി കഴിയുമ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പൊ അവനൊക്കെ വലുതായി ഒരു ഫാമിലി ലൈഫൊക്കെ ആയി കഴിയുമ്പോൾ ഉറപ്പായിട്ടും സമൂഹത്തിന്റെ കാഴ്ചപ്പാടുകൾ വളരെയധികം മാറിയിട്ടുണ്ടാവും. അപ്പൊ ഇപ്പോഴേ അത്തരത്തിലുള്ള ചില ട്രെയിനിങ്ങുകൾ കിട്ടുവാണെങ്കിൽ ടുഗദർനെസ് എല്ലാം നമ്മൾ പേരൻസ് അവർക്ക് ചെയ്തു കൊടുക്കുന്നു എന്നുള്ള രീതി ഒന്ന് മാറ്റി അവർ കൂടി ചെയ്യണം എന്നുള്ള ഒരു സാഹചര്യം നമ്മൾ കുടുംബത്തിൽ ഒരുക്കുകയാണെങ്കിൽ വീട്ടിലെ ജോലികൾ ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ വീട് ക്ലീൻ ചെയ്യുമ്പോൾ അവർക്ക് ചെറിയ കുട്ടികളാണെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ചില ചെറിയ ചെറിയ കാര്യങ്ങൾ. സോ അത്തരത്തിലുള്ള ഒരു ടുഗദർനെസ് നമ്മുടെ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ കുട്ടികളുടെ കാര്യം പറയുമ്പോൾ നമ്മുടെ കുട്ടികളെ നമ്മൾ അറിയണം. അവിടെ നിങ്ങളുടെ ചാറ്റ് ബോക്സ് ഒന്ന് യൂസ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ കുട്ടികളുടെ 2 ക്വാളിറ്റി നിങ്ങളൊന്ന് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം. 2 ക്വാളിറ്റി ഒരു പേരന്റ് എന്ന നിലയിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള 2 ക്വാളിറ്റി. തീരെ ചെറിയ കുട്ടികളുടെ എഴുതണമെന്നില്ല. ഒരു പേരന്റ് എന്ന നിലയിൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടിയിൽ കണ്ടെത്തിയിട്ടുള്ള 2 ക്വാളിറ്റി എഴുതാം. ആക്റ്റീവ് ആൻഡ് എംപത്തറ്റിക്, സൈലൻസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ഹോണസ്റ്റി ആൻഡ് എംപതി. സൂപ്പർ. ഷെയറിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഒത്തിരി സന്തോഷം. പല പേരൻസിനും തങ്ങളുടെ കുട്ടികളുടെ ഇഷ്ടങ്ങൾ പോലും അറിയാത്ത പേരൻസ് ഉണ്ട്. ഇൻഡിപെൻഡന്റ് ആൻഡ് കെയറിംഗ്. താങ്ക് യു സോ മച്ച്. സോ നമ്മുടെ കുട്ടികളെ അറിയുക എന്നുള്ളത് പ്രധാനപ്പെട്ട. ഇപ്പോ ചില കുട്ടികൾ വളരെ ആക്റ്റീവ് ആയിരിക്കും, ചെറുപ്പം മുതലേ ആക്റ്റീവ് ആയിരിക്കും. അവർ എല്ലാ കാര്യത്തിനും ചാടി കയറി മുമ്പോട്ട് വരും, കാര്യങ്ങൾ ചെയ്യും. ചില കുട്ടികൾ അല്പം ഷൈ ആയിരിക്കും. അപ്പൊ ചില പേരൻസ് എങ്കിലും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ ഷൈ ആയിട്ടുള്ള കുട്ടികളുടെ പേരൻസ് വല്ലാതെ അസ്വസ്ഥപ്പെടുന്നത്. എന്റെ കുട്ടി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഷൈ ആയിരിക്കുന്നത് എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നത് കണ്ടിട്ടുണ്ട്. അത് ഓരോരോ ക്യാരക്ടറാണ് അല്ലെ. ചില കുട്ടികൾ ആക്റ്റീവാണ്, ചില കുട്ടികൾ ഒരല്പം ഷൈ ആണ്. അപ്പൊ ഈ ഷൈ ആയിട്ടുള്ള, ഞാൻ വളരെ ഷൈ ആയിട്ടുള്ള ഒരാളാണ്. ചെറുപ്പം മുതലേ എന്നെ അറിയാവുന്നവർക്ക് അറിയാം ഞാൻ വളരെ ഷൈ ആയിട്ടുള്ളതാണ്. പക്ഷെ എന്റെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോ ആ ഒരു നാണമൊന്നും ഒരു സ്ഥലത്തും പ്രതിഫലിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ക്യാരക്ടർ ഉണ്ട്. ആ ക്യാരക്ടർ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടാണ്. നമ്മുടെ കുട്ടികളുടെ ക്യാരക്ടർ അവരെ ആഴത്തിൽ അറിയുക, അവരുടെ ഇഷ്ടങ്ങൾ അറിയുക, അവരുടെ രീതികൾ അറിയുക. ആ രീതിയിൽ അവരെ ട്രീറ്റ് ചെയ്യാൻ അത് നമ്മളെ സഹായിക്കും. സോ ഒരു പേരന്റ് നിലയിൽ നമ്മൾ കൂടുതലും നമ്മുടെ കുട്ടികളെ അറിയുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ പോസിറ്റീവ് ഫാമിലി അറ്റ്മോസ്ഫിയർ വളരെ പ്രധാനപ്പെട്ട. പോസിറ്റീവ് ഫാമിലി അറ്റ്മോസ്ഫിയർ അതിൽ പ്രധാനപ്പെട്ടാണ്. ചെറിയ കുട്ടികൾ നമ്മൾ പേരൻസിനെ വളരെയധികം ഒബ്സർവ് ചെയ്യുന്നുണ്ട് നമ്മുടെ പേരൻസിനെ.
അപ്പൊ നമ്മൾ തമ്മിലുള്ള ഒരു ഊഷ്മളമായ സ്നേഹബന്ധം അതിൽ പ്രധാനപ്പെട്ടാണ്. നമ്മൾ തമ്മിലുള്ള പരസ്പരമായിട്ടുള്ള ബഹുമാനം അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ തമ്മിലുള്ള പരസ്പരമുള്ള സംസാരം ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. സോ കുട്ടികളുടെ മുമ്പിൽ വെച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുക്കുന്നത് പോലും അവരിൽ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. നമ്മൾ തമ്മിലുള്ള അവർക്ക് കാണാൻ പറ്റുന്ന തരത്തിലുള്ള സ്നേഹ പ്രകടനങ്ങൾ നമ്മുടെ കുട്ടികളുടെ മുമ്പിൽ അവർക്ക് കാണിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണെന്നാണ് പറയപ്പെടുന്നത്. സോ അത്തരത്തില് നമ്മുടെ കുട്ടികൾക്ക് ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ഒരുക്കി കൊടുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടാണ്. അവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ കുട്ടികളുടെ മുമ്പിൽ വെച്ച് ഒരിക്കലും നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇകഴ്ത്തി വില കുറച്ച് സംസാരിക്കരുത്, കുറ്റപ്പെടുത്തി സംസാരിക്കരുത്. അങ്ങനെ സംസാരിക്കുമ്പോൾ അപകടം എന്ന് പറയുന്നത്, അതായത് നിരന്തരം ചെറുപ്പം മുതല് അപ്പന്റെ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അമ്മയെ കേൾക്കുന്ന മക്കൾ, ആ കുട്ടികൾ വലുതായി കഴിയുമ്പോൾ അപ്പനോട് ഒരു ബഹുമാനം ഉണ്ടാവില്ല എന്നാണ് പറയപ്പെടുന്നത്. അതായത് ഒരു ഉദാഹരണം പറയാം. അരി തീർന്നിട്ട് മേടിക്കാൻ പറഞ്ഞു, 2 ദിവസമായിട്ട് അരി മേടിച്ചിട്ടില്ല. 3-ാം ദിവസം അരി തീർന്നിട്ട് പോലും അരി മേടിക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് വീട്ടില് അമ്മയ്ക്ക് ദേഷ്യം വന്നു. അപ്പോ കുട്ടി പഠിക്കാതിരിക്കുന്ന കുട്ടിയെ അപ്പൻ അവിടെ അടുത്ത് വിളിച്ചിരുത്തിട്ട് പറയാണ്, എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ നിനക്ക്, പഠിക്കണമെന്നുള്ളത് അറിയാൻ പാടില്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അമ്മ അടുക്കളയിൽ നിന്ന് വിളിച്ച ഒരു ഡയലോഗ്, പറ്റിയ ആളെ ഉത്തരവാദിത്തത്തെ കുറിച്ച് പറയണേ, അരി തീർന്നിട്ട് 2 ദിവസമായി ഇതുവരെ അരി മേടിച്ചുകൊണ്ട് വന്നിട്ടില്ല, നിങ്ങൾക്ക് എന്ത് ഉത്തരവാദിത്തം ഉള്ളത്. അപ്പൊ ഇത് കേൾക്കുന്ന ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് ശരിയാ, അപ്പൻ ചെറിയ കുട്ടിയാണെങ്കിൽ പറയില്ല, പക്ഷെ അവന്റെ മനസ്സിൽ വിചാരിക്കും നല്ല ഉത്തരവാദിത്തമുള്ള ആളാണ്. സോ ഞാൻ പറയുന്നത് അതുപോലെ നേരെ തിരിച്ചും ചില അമ്മമാരെ എന്താ പറയാ, നിനക്ക് എന്താ അറിയാം, നീ ഒരു പൊട്ടിയല്ലേ എന്ന് പറയാറുണ്ട്. വൈഫുമാരെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വരുമ്പോ ഒന്ന് ഇരുത്താൻ വേണ്ടിയിട്ട്, ഇല്ല നീ ഒരു മണ്ടിയാണ്, നീ ഒരു പൊട്ടിയാണ്, നിനക്ക് എന്താ അറിയാം എന്നൊക്കെ പറയുന്ന ചില കമന്റുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത് ഒരു മകനോ മകളോ കേട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ വലുതാവുമ്പോൾ അമ്മമാര് ഉപദേശിക്കാൻ ചെല്ലുമ്പോൾ അമ്മ എന്താ അറിഞ്ഞിട്ട് എന്നോട് പറയുന്നേ എന്ന് പറയുന്ന ഒരു സാഹചര്യം വരും. അപ്പൊ ഇവിടെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടും വില കുറച്ച് അവരുടെ മുമ്പിൽ വെച്ച് സംസാരിക്കരുത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട, അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ചെറുപ്പം മുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കുട്ടികളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യണം. ഇപ്പൊ ഭാര്യയും ഭർത്താവും കൂടി ഒരുമിച്ച് ഒരു തീരുമാനം എടുക്കുന്നു, പരീക്ഷാ സമയത്ത് TV കാണരുത്, ക്ലിയർ. ഈ ഒരു തീരുമാനം എടുത്തു കഴിയുമ്പോൾ അതിൽ പിന്നീട് ഒരു മയം വരത്തില്ല. അവർ വന്നിട്ട് പ്രത്യേകിച്ച് അമ്മമാരുടെ അടുത്ത് വന്നിട്ട് കരഞ്ഞ് പിഴിഞ്ഞ് അവരെ എന്താ പറയാ തീരുമാനം ഒന്ന് മാറ്റാനുള്ള ശ്രമം കുട്ടികൾ നടത്തും. ചില പാവ അമ്മമാർ അതിൽ പെട്ടുപോകും. ആ കുട്ടികളുടെ കരച്ചിലോ വിഷമോ ഒരു ബുദ്ധിമുട്ടോ കാണുമ്പോൾ എന്തെങ്കിലും ആവട്ടെ എന്നാൽ കുറച്ചു നേരം കണ്ടോ എന്ന് പറയും. പക്ഷെ ഇത് അപകടമാണ്. അപ്പോൾ അപ്പനും അമ്മയും കൂടി ഒരു തീരുമാനം എടുത്താലും നൈസായിട്ട് അതിനെ ഒന്ന് ഇടപെട്ട് കഴിഞ്ഞാൽ അത് മാറിക്കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ ഒരു തീരുമാനം എടുത്താൽ ചില കാര്യങ്ങൾ വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേണ്ട എന്നുള്ളത് തന്നെയാണ്. ഇപ്പോ ഞാൻ എൻ്റെ വീട്ടിലെ ഒരു കാര്യം പറയാം. മൊബൈല് 7 വയസ്സായി, മൊബൈല് ഒരു 10% താഴെയാണ് എൻ്റെ കുട്ടി ഉപയോഗിക്കുന്നത്. അതും അവൻ ക്രാഫ്റ്റ് അധികം ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ ഈ ക്രാഫ്റ്റ് ചിലത് യൂട്യൂബിൽ നോക്കി അവന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ മൊബൈൽ യൂസ് ചെയ്യുന്നത്. അതും ചില സമയങ്ങളിൽ മാത്രം, അതും എൻ്റെ പ്രസൻസിൽ ഞാൻ അടുത്തിരിക്കുമ്പോൾ മാത്രമേ അവൻ ഉപയോഗിക്കുള്ളൂ. 2, ഞാനും വൈഫ് എടുത്തേക്കണ ഒരു തീരുമാനമായിരുന്നു, അവനൊരു ഒരു തിരിച്ചറിവ്, ഒരു 3 വയസ്സൊക്കെ ആകാറായപ്പോഴേക്കും അവന്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ രണ്ടുപേരും മൊബൈൽ എടുക്കില്ല. കോള് വന്നാലല്ലാതെ വേറെ ഒരു കാര്യത്തിനും മൊബൈൽ എടുക്കില്ല. ഓഫ് കോഴ്സ് ഞങ്ങൾ യങ് പേരൻസ് ആണ്, മൊബൈലിന്റെ കാലത്തിലാണ് ഞങ്ങളും വളർന്നു വന്നത്. ഞങ്ങളും മൊബൈലിന് അത്യാവശ്യം മൊബൈൽ യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ളവരാണ്. അപ്പോൾ ഞങ്ങൾ എടുത്ത തീരുമാനത്രേ ഉള്ളൂ, വൺസ് അവൻ ഉറങ്ങിക്കഴിയുമ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവൻ സ്കൂളിൽ പോയിട്ട് ഞങ്ങൾ ഫ്രീ ആയിട്ടുള്ള ദിവസങ്ങൾ ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള സമയങ്ങളിലാണ് കൂടുതലും ഞങ്ങൾ മൊബൈലും സോഷ്യൽ മീഡിയയും കൂടുതലായിട്ട് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും, ഞാനും എൻ്റെ വൈഫും അവന്റെ മുമ്പിൽ വെച്ച് മൊബൈൽ ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കാം അവൻ മൊബൈലിനോട് അധികം താല്പര്യം 7 വയസ്സായിട്ട് അവൻ കാണിക്കുന്നില്ല. അപ്പൊ അവന്റെ ഇഷ്ടം പടം വരയ്ക്കുക, ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്യുക, അത്തരം കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇപ്പൊ TV കാണുമ്പോഴാണെങ്കിലും ഞങ്ങൾ വീട്ടിൽ കേബിൾ എടുത്തിട്ടില്ല, യൂട്യൂബിൽ വെച്ചിട്ട് യൂട്യൂബാണ് കൂടുതലും കാണുന്നത്. യൂട്യൂബ് കാണുമ്പോൾ ഇവന് TV കാണാനൊരു താല്പര്യം കാണിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ സഞ്ചാരം പോലുള്ള ട്രാവൽ വ്ളോഗുകൾ ആണ്, ഇപ്പോ ഒരു ട്രാവലിസ്റ്റ എന്ന് പറഞ്ഞിട്ട് ഒരു ട്രാവൽ വ്ളോഗ് ഉണ്ട്, സന്തോഷ് ജോർജിന്റെ സഞ്ചാരമുണ്ട്, പിന്നെ M4Tech എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു ചാനലുണ്ട്. ഇതെല്ലാം അവന് ക്രിയേറ്റിവിറ്റിയും
ഒരു സോഷ്യൽ ഔട്ട്ലുക്കും എൻഹാൻസ് ചെയ്യാൻ സഹായിക്കുന്ന ഡോക്യുമെന്ററീസ് ആണ്. സോ അതുപോലെ തന്നെ അവനെ ഒറ്റയ്ക്ക് ടി വി കാണാൻ വിട്ടിട്ട് ഞാൻ പുറത്തോട്ട് മാറാറുണ്ട്. അത് കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും അവൻ കണ്ടു കഴിയുമ്പോൾ വൈകിട്ട് ഞാൻ എൻ്റെ മൊബൈൽ ടി വി ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അവൻ എന്തൊക്കെ വീഡിയോയാണ് കണ്ടതെന്ന് ഞാൻ ശ്രദ്ധിക്കാറുമുണ്ട്, അത് മോണിറ്റർ ചെയ്യാറുമുണ്ട്. അപ്പൊ അവൻ അനുയോജ്യമല്ലാത്ത എന്തെങ്കിലും ആശയം അവൻ കണ്ടിട്ടുണ്ടെങ്കിൽ അവനായിട്ട് ഞാൻ വീണ്ടും ആ സെയിം വീഡിയോ ഒന്നുകൂടെ കാണുകയും എന്നിട്ട് അതിനകത്ത് എന്തെങ്കിലും ഒരു പോസിറ്റീവോ അല്ലെങ്കിൽ ഉള്ള കാര്യമുണ്ടെങ്കിൽ അത് പറയും. നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അത് നെഗറ്റീവ് ആണെന്ന് പറഞ്ഞു കൊടുക്കാനും ശ്രമിക്കാറുണ്ട്. സോ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. കുട്ടികളുടെ കാര്യത്തിൽ പേരൻസ് ഒരുമിച്ചൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നീട് അതിനകത്തൊരു ഡൈലൂഷൻ വരുത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ വൺസ് അവർക്കൊരു ക്ലച്ച് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് അതിനകത്തായിരിക്കും അവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. അത് പലപ്പോഴും നമ്മൾ അറിഞ്ഞോ അറിയാതെ നമുക്ക് അബദ്ധം പറ്റാറുണ്ട്. അതുപോലെ തന്നെ എത്രത്തോളം 4 പേരുടെ മുമ്പിൽ വെച്ച് നമ്മുടെ കുട്ടികളെ അഭിനന്ദിക്കാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കരുത്. പലപ്പോഴും നമ്മുടെ കുട്ടികളല്ലേ, അവരെ നമുക്ക് അറിയാമല്ലോ, അവർ മിടുക്കരാണെന്നൊക്കെ മനസ്സിൽ തോന്നാറുണ്ട്. പക്ഷെ അവരെ അഭിനന്ദിക്കാൻ, വാക്കുകൾ കൊണ്ട് അഭിനന്ദിക്കാൻ, 4 പേരുടെ മുമ്പിൽ വെച്ച് അവരെ റെക്കഗ്നൈസ് ചെയ്യാൻ നമ്മൾ തയ്യാറാവുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. എപ്പോഴും അല്ലെ, നമ്മളാണെങ്കിലും നമ്മളെ അംഗീകരിക്കുന്ന, നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ ഉൾക്കൊള്ളുന്നവരുടെ കൂടെ ആയിരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അത്തരത്തിൽ അവരെ അംഗീകരിക്കാനും അവരെ ഉൾക്കൊള്ളുവാനും അവരെ സ്നേഹിക്കുവാനും 4 പേരുടെ മുമ്പിൽ വെച്ച് അവരെ അഭിനന്ദിക്കാനും കിട്ടുന്ന ഒരവസരം പോലും നമ്മൾ പാഴാക്കരുത് എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. സോ അത് വളരെയധികം പോസിറ്റീവ് ഇമ്പാക്റ്റ് അവരിൽ ഉണ്ടാക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും കുട്ടികളെ അല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, ആ തെറ്റിനെയാണ്. ഇപ്പൊ നമ്മുടെ കുട്ടി നുണ പറയുന്നു. നുണ പറയുമ്പോൾ ആ കുട്ടിയെ നുണയൻ എന്ന് പറഞ്ഞിട്ട് ലേബൽ ചെയ്യുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് മോനെ നീ മിടുക്കനാണ്, പക്ഷെ നിന്നെ പോലെ മിടുക്കനായിട്ടുള്ള ഒരു കുട്ടിയിൽ നിന്ന് ഇത്തരത്തിൽ നുണ പറയുന്ന ഒരു കാര്യം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അപ്പൊ കുട്ടിക്ക് മനസ്സിലാവുകയാണ്, ശരിയാ ഞാൻ മിടുക്കനാണ്, പക്ഷെ നുണ പറയുന്നത് തെറ്റാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ നേരെ ഉൾട്ടയായിട്ടാണ് ചെയ്യാറുള്ളത്. പേഴ്സണെ ഫോക്കസ് ചെയ്യുന്ന, പ്രോബ്ലത്തെ അല്ല. അതിലൂടെ ലേബൽ ചെയ്യാറുണ്ട് അല്ലെ. ലേബലിംഗ് അത് ഭയങ്കര ഒരു അപകടമാണ്. ലേബലിംഗ് നമ്മളിപ്പോ ആദ്യം പറഞ്ഞ പോലെ ഈ ചില കുട്ടികൾ വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ പുറത്തോട്ട് വന്ന് സംസാരിക്കൂ, അവരോട് ഭയങ്കര സോഷ്യലായിട്ട് മിങ്കിൾ ചെയ്യുകയൊന്നും ചെയ്യില്ല. ചിലപ്പോൾ റൂമിൽ പോയൊക്കെ ഇരിക്കും. ചില പേരൻസ് പറയാറുണ്ട്, എടാ ഇങ്ങ് ഇറങ്ങി വന്നേ, എടി മോളെ ഇങ്ങ് ഇറങ്ങി വന്നേ, എന്നിട്ട് അവർ ഇറങ്ങി വരില്ല. ഇതുപോലെ ഒരു നാണം കുണുങ്ങി എന്ന് പറഞ്ഞിട്ട് അവിടെ എന്നിട്ട് ഒരു കമന്റ് ആയിട്ട് അടിക്കാറുണ്ട് എല്ലാവരുടെ മുമ്പിൽ വെച്ച്. ഈ പറയുന്ന പേരൻസിന്റെ വിചാരം ഇതൊക്കെ ഭയങ്കര കാര്യമായിട്ടാണ്, ഇവരുടെയൊക്കെ ഭയങ്കര ഡയലോഗാണ്. ഈ പറഞ്ഞ പേരന്റ് കൗമാര പ്രായത്തില് ഈ കുട്ടി റൂമിന്റെ അകത്തേ ഇരുന്നുള്ളൂ, പുള്ളി അടുക്കള വഴി ഇറങ്ങി കൊക്കോത്തോട്ടം വഴി ഓടിയിട്ടുണ്ടാവും വീട്ടില് ഗസ്റ്റ് വരുമ്പോൾ. സോ പലപ്പോഴും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ അവരെ ലേബല് ചെയ്യരുത്. ഈ നാണം കുടുങ്ങി എന്നെ കുറിച്ച് ഞാൻ പറഞ്ഞു, ഞാൻ ഒരല്പം ഷൈ ആയിട്ടുള്ള പേഴ്സൺ ആണ്. ഒരിക്കലും എന്റെ വീട്ടിൽ നിന്നല്ല എന്നെ ലേബൽ ചെയ്തേ. എന്റെ ചില അയലക്കംകാരും ചില റിലേറ്റീവ്സും, ഞാൻ പൊതുവെ സംസാരം കുറവാണ്. എന്റെ വീട്ടിലെ എന്റെ അപ്പനും പൊതുവെ സംസാരം കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ 3 പേര്, എന്റെ അനിയനും അനിയത്തി, സംസാരം കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഞാൻ ഇടപെടുന്ന സ്ഥലങ്ങളിലെല്ലാം പൊതുവെ സംസാരിക്കാതിരിക്കുമ്പോൾ ഞാൻ നാണം കുടുങ്ങിയാണ്, ഭയങ്കര ചമ്മലാണ് എന്നുള്ള രീതിയിൽ ചെറുപ്പത്തിൽ ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട്. ഒരു +2 വരെ ഞാൻ വിശ്വസിച്ചുകൊണ്ടിരുന്നത് ഞാൻ ലിറ്ററലി ഷൈ ആണെന്നാണ്. +2 വെച്ച് ചില ടീച്ചേഴ്സിന്റെ ഇടപെടലിലൂടെയാണ് ഞാൻ തിരിച്ചറിഞ്ഞത് അങ്ങനെയല്ല, എനിക്ക് കുറെ പൊട്ടൻഷ്യലും കപ്പാസിറ്റിയും ഒക്കെ ഉണ്ട് എന്ന്. അപ്പോൾ ഒരിക്കലും നമ്മുടെ കുട്ടികളെ ലേബൽ ചെയ്യരുത്. നമ്മുടെ കുട്ടികൾ ഒരു മിസ്റ്റേക്ക് ചെയ്തു കഴിഞ്ഞാൽ ആ മിസ്റ്റേക്കിനെ ഫോക്കസ് ചെയ്യുക, കുട്ടികളുടെ സെൽഫ് എസ്റ്റീമിനെ ഹൈ ആയിട്ട് പിടിക്കുക. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സ്നേഹം പ്രകടിപ്പിക്കുക, പ്രത്യേകിച്ച് അപ്പന്മാരോടാണ് ഞാൻ പറയുന്നത്. അമ്മമാർക്ക് ആ ഒരു ആർദ്രമായ സ്നേഹമുണ്ട്, അവരത് പ്രകടിപ്പിക്കും, ഇമോഷൻസ് എല്ലാം പ്രകടിപ്പിക്കും. പക്ഷെ ചില അപ്പന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്തോ എന്താ പറയാ, റിസർവ് ചെയ്ത് വെക്കേണ്ട സാധനമാണ് എന്നുള്ള രീതിയിലാണ്. എത്ര സ്നേഹം ഉണ്ടെങ്കിലും അവർ പ്രകടിപ്പിക്കില്ല. എന്റെ അപ്പൻ അങ്ങനെ ഒരാളായിരുന്നു. ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന എന്റെ അപ്പം ഭയങ്കര എന്താ പറയാ, ഈ എന്താ പറയുന്നത്, ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരാളാണ്. പക്ഷെ ഭയങ്കര ഫണ്ണാണ് എന്ന് മനസ്സിലായത് ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാറില്ലേ, പണ്ട് വീട്ടിൽ ടെററായിരുന്ന ആള് അല്ലെ, ഗ്രാൻഡ് ചിൽഡ്രൻ വരുമ്പോ അവരുടെ കൂടെ ആന കളിക്കുന്നു എന്നൊക്കെ പറയുന്ന പോലെ എന്റെ അപ്പനിപ്പോ എന്റെ മോന്റെ കൂടെ ഭയങ്കരമായിട്ട് സന്തോഷത്തോടെ ഇങ്ങനെ പെങ്ങടെ പിള്ളേരും ഒക്കെ ഇന്നാൾ വന്നു കഴിഞ്ഞപ്പോ അവരെല്ലാം കൂടി ചാച്ചൻ എന്ന് പറഞ്ഞ ഇച്ചിരി ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ള ഇച്ചിരി വലിയ ആളാ, ചാച്ചനെ പിടിച്ചിരുത്തിയിട്ട്
അമ്മച്ചിയുടെ ഷോളൊക്കെ കൊണ്ടുവന്നിട്ട് ചാച്ചനെ പെൺവേഷം കെട്ടിക്കുക. ചാച്ചൻ അത് ഇരുന്നിട്ട് എല്ലാം ഇങ്ങനെ കവളയക്കടെ ഇങ്ങനെ മറ്റേ പൊട്ട് ഇതൊക്കെ കുത്തി അവരെല്ലാവരും കൂടി എൻജോയ് ചെയ്യുക. ചാച്ചൻ അവരുടെ കൂടെ ആ ഒരു സ്പിരിറ്റിൽ നിൽക്കുകയും ചെയ്യും. അപ്പൊ ഞങ്ങളും പിള്ളേരെല്ലാം, ഞങ്ങൾ മക്കളെല്ലാം കണ്ടിട്ട് അത് അതിശയമായിട്ട് തോന്നി. അപ്പൊ ഇത് പ്രകടിപ്പിക്കാനുള്ളതാണ് സ്നേഹം. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ മോനെ ഒരു ദിവസം ഒരു എണ്ണം പറയുകയാണെങ്കിൽ കുറഞ്ഞത് ഒരു 25 പ്രാവശ്യമെങ്കിലും കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കും. ഒന്ന് അങ്ങോട്ട് പോകുമ്പോഴോ ഇന്ന് ഇങ്ങോട്ട് പോകുമ്പോഴോ അവൻ എൻ്റെ വരുമ്പോഴോ ഉമ്മ വയ്ക്കും. ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ അവൻ്റെ അടുത്ത് സോറി പറയും. അതുകൊണ്ട് തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും അവൻ കൂട്ടുകാരുടെ കൂടെ കളിക്കുമ്പോഴാണെങ്കിലും എന്തെങ്കിലും മിസ്റ്റേക്ക് അവന്റെ ഭാഗത്ത് നിന്ന് അവൻ അപ്പൊ തന്നെ സോറി പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവൻ എല്ലാവരുടെ അടുത്തും ഒരു സ്നേഹത്തോടെ പെരുമാറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സോ ഇത് സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണെന്ന് ഉള്ള ഒരു ബോധ്യം നമുക്കുണ്ടാവണം. അത് പ്രകടിപ്പിക്കണം. അത് പ്രകടിപ്പിച്ചാൽ മാത്രമേ നമ്മുടെ കുട്ടികളും അത് പ്രകടിപ്പിക്കുള്ളൂ. അതുപോലെ തന്നെ സാഹചര്യത്തെ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. സാഹചര്യങ്ങളെ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. ചെറുപ്രായത്തിലെ അവർക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങളെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട. അപ്പൊ അവർക്കത് മനസ്സിലാവും എന്താണ് സാഹചര്യം എന്ന്. അത്തരത്തിലുള്ള കാര്യങ്ങളിലും വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് ബുക്ക് വായിച്ചു കൊടുക്കുന്നതും കഥ പറഞ്ഞു കൊടുക്കുന്നതും നല്ലതാണ്. ഞാനും വൈഫും ഏറ്റവും കൂടുതൽ ചെയ്യുന്ന കാര്യങ്ങൾ അതാണ്. പ്രത്യേകിച്ച് രാത്രി കിടക്കുമ്പോൾ കഥ പറഞ്ഞു കൊടുക്കും. കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ എന്ന് വെച്ചാൽ പണ്ടൊക്കെ നമുക്ക് കിട്ടിയേക്കണ ഒരു അഡ്വാൻറ്റേജാണ്. വീട്ടിൽ ഗ്രാൻഡ് പേരൻസ് ഉണ്ടായിരുന്നു. അവര് നമ്മുടെ തിണ്ണയില് വീടിന്റെ തിണ്ണാന്ന് വെച്ച് മനസ്സിലായല്ലോ അല്ലെ, സിറ്റ് ഔട്ട്. അവിടെ ഇരിക്കുന്നു, അവരെ കാല് നീട്ടിയിരിക്കുന്നു, കാലയിലേക്ക് നമ്മൾ തലവെച്ച് കിടക്കുന്നു. എന്നിട്ട് ദൂരെയുള്ള ഒരു ഗ്രാമത്തില് പുഴയുടെ തീരത്ത് മലയുടെ അടിവാരത്തില് ഒരു കൊച്ചു കുടിലുണ്ടായിരുന്നു. രാത്രി നിലാവത്ത് പുഴയിലെ വെള്ളത്തിൽ അല്ലെ ചന്ദ്രൻ അമ്പിളിമാമൻ തിളങ്ങുന്നുണ്ടായിരുന്നു. ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇമാജിൻ ചെയ്യുക. പക്ഷെ നമ്മുടെ കുട്ടികൾക്ക് അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഇപ്പൊ ഇല്ല. അവർ കൂടുതലും കാണുന്നതും അല്ലെ ഗെയിംസും അല്ലെങ്കിൽ കാർട്ടൂണും കാര്യങ്ങളൊക്കെയാണ് അല്ലെ. ഫുഡ് കഴിക്കാതെ വരുമ്പോൾ കാർട്ടൂൺ വെച്ചു കൊടുത്ത് ഫുഡ് കഴിപ്പിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. കുട്ടികൾ ഇച്ചിരി നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരെ അസ്വസ്ഥരായി കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മൊബൈൽ തുറന്നു വെച്ചിട്ട് അവരെ അടക്കിയിരുത്തുന്നത് കണ്ടിട്ടുണ്ട്. ഇതൊരിക്കലും ചെയ്യരുത്. എൻ്റെ പ്രിയ യങ് പേരൻസ് ആയിട്ടുള്ള കൂട്ടുകാരോട് ഞാൻ പറയുന്നത്, ഒരു കാരണവശാലും അത് ചെയ്യരുത്. അത് നിങ്ങൾ ആ കുട്ടികളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു മിസ്റ്റേക്ക് ആയിരിക്കും. അത് ഫ്യൂച്ചറിലേ മനസ്സിലാവുള്ളൂ. ആ ഒരു മൊമെന്റിൽ നമുക്ക് അല്പം ആശ്വാസവും ആ സിറ്റുവേഷൻ എങ്ങനെ സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതല്ലാതെ യാതൊരുവിധ ഗുണവും ആ കുട്ടിക്ക് അതിലൂടെ കിട്ടാനില്ല. സോ അവിടെ നമ്മൾ കൂടുതലായിട്ടും കഥകൾ വായിച്ചു കൊടുക്കുക, കഥകൾ പറഞ്ഞു കൊടുക്കുക, അവരുടെ മുമ്പിൽ ഇരുന്ന് നമ്മൾ കൂടുതൽ പുസ്തകങ്ങൾ വായിക്കുന്നത് പോലെ കാണിക്കുക, പത്രം വായിക്കുക. അതായത് ഇവരെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് അത്ര വായനാശീലം എന്നുള്ള ആളല്ല. പക്ഷെ എന്നാൽ പോലും എൻ്റെ മോൻ അല്പം വലുതായി വന്നതിന് ശേഷം ഞാൻ അവൻ കാണാൻ വേണ്ടി, അവൻ ശ്രദ്ധിക്കാൻ വേണ്ടി വായിച്ചു തുടങ്ങി. ഇപ്പൊ അത്യാവശ്യം ഞാൻ വായിക്കും. കഥകൾ പറഞ്ഞു കൊടുക്കും. ആദ്യമൊക്കെ അത്ര ഇഷ്ടമൊന്നും ഉണ്ടായില്ല. പക്ഷെ ഇപ്പോ കിടക്കാൻ നേരത്തെ എല്ലാ ദിവസവും അവൻ ചോദിക്കും, ഇന്ന് കഥ പറയുന്നുണ്ടില്ലേ എന്ന് ചോദിക്കും. പലപ്പോഴും കഥ പറഞ്ഞു കൊടുക്കാറുണ്ട്. അവരുടെ ഒരു ക്രിയേറ്റിവിറ്റിനെ എൻഹാൻസ് ചെയ്യാൻ കഥയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ചെറുപ്പത്തിലെ കുട്ടികളോട് അവർക്ക് തോൽവി ഒരു ശീലമാവട്ടെ. പലപ്പോഴും നമ്മളെ കുട്ടികളെ തോൽക്കാൻ അനുവദിക്കാറില്ല. ഇതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് തോൽവിനെ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാതെ വരും, പ്രത്യേകിച്ച് വലുതാവുമ്പോൾ. അവിടെ ചെറുപ്പം മുതൽ വിജയവും ഉണ്ട്, ഏതൊരു കാര്യത്തിലും വിജയവും ഉണ്ട്, തോൽവിയും ഉണ്ട്. ചിലപ്പോൾ പേരൻസ് ആയിട്ട് ഞങ്ങള് ക്യാരംസ് കളിക്കുമ്പോൾ ഇവൻ പഠിച്ചു തുടങ്ങുന്നുള്ളതുകൊണ്ട് ഇവന് കളിക്കുമ്പോൾ കൃത്യമായിട്ട് കിട്ടില്ല. എന്നിരുന്നാൽ പോലും ചില ഗെയിമിൽ ഞാൻ ജയിക്കുമ്പോൾ ഇവന് ഭയങ്കര വിഷമവും ഭയങ്കര ദേഷ്യമൊക്കെ വരുമായിരുന്നു. അപ്പൊ അത് ആദ്യമൊക്കെ എനിക്കൊരു വിഷമം തോന്നി. അതുകൊണ്ട് 1-2 ഗെയിമിൽ ഞാൻ തോറ്റു കൊടുത്തു. പിന്നീട് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് കാര്യമില്ല. അപ്പൊ ചില ഗെയിമിൽ ഞാൻ ജയിക്കും, ചില ഗെയിമിൽ അവൻ ജയിക്കും. അപ്പൊ അവനും ഞാനും പരസ്പരം ജയിക്കുകയും പരാജയപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ ഉറപ്പുവരുത്തി. അത് ഞാൻ പിന്നീട് ശ്രദ്ധിച്ചത്, ഈ കൂട്ടുകാരുടെ കൂടെ ഒക്കെ കളിക്കുമ്പോൾ എന്തെങ്കിലും ഇവന്റെ ഭാഗത്ത് ഒരു മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ പുള്ളി പെട്ടെന്ന് അസ്വസ്ഥപ്പെടുന്ന കണ്ടിട്ടുണ്ട്, തോറ്റുപോയി കഴിഞ്ഞാൽ. അപ്പൊ അത് ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി എന്റെ കുട്ടി കുറച്ചുകൂടെ തോൽക്കാൻ പഠിക്കണം. അപ്പൊ അതിനുള്ള സാഹചര്യം ഞാൻ പർപ്പസ്ഫുള്ളി ഒരുക്കി കൊടുത്തു. ഇപ്പൊ കുറേയൊക്കെ മാറ്റമുണ്ട്. പല കുട്ടികളും തോൽക്കാനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കാറില്ല. പ്രത്യേകിച്ച് ഓൺലൈൻ ഗെയിമൊക്കെ നമുക്കറിയാം. പല ലൂപ്പ് ഹോളും വെച്ചിട്ട് അവരാരും പരാജയപ്പെടുന്നില്ല, വിജയിക്കുക മാത്രമേ ചെയ്യാറുള്ളൂ. പരാജയം അനുഭവിക്കട്ടെ, പരാജയവും ജീവിതത്തിന്റെ ഭാഗമാണെന്ന് നമ്മുടെ കുട്ടികൾ മനസ്സിലാക്കട്ടെ.
അതുപോലെ തന്നെ നമുക്ക് എത്ര സാഹചര്യവും സംവിധാനവും ഉണ്ടെങ്കിലും കഷ്ടപ്പാട് നമ്മുടെ കുട്ടികൾ മനസ്സിലാക്കണം. ഇപ്പൊ നമ്മളെ യങ് പേരൻസ് ആണ്. അവര് ഇപ്പോഴത്തെ പ്രായത്തിൽ അവർ ഏതൊരു കാര്യവും ആഗ്രഹിക്കുമ്പോൾ, ആവശ്യപ്പെടുമ്പോൾ നമ്മളത് മേടിച്ചു കൊടുക്കും. അല്ല, അത് നമ്മുടെ ഒരു സന്തോഷമാണ്. നമ്മൾ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇന്ന കാര്യങ്ങൾ വേണമെന്ന് പറയുമ്പോൾ നമ്മളത് മേടിച്ചുകൊണ്ടേ കൊടുക്കാറുണ്ട്. പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരുടെ ആഗ്രഹങ്ങൾ പ്രായത്തിനൊപ്പം വളരും. അല്ലെ? അഞ്ചു വയസ്സുണ്ടായിരുന്നപ്പോൾ ആഗ്രഹമില്ല 10 വയസ്സുള്ളപ്പോൾ. അപ്പോ ചോദിക്കുന്ന എല്ലാം നമ്മൾ മേടിച്ചു കൊടുക്കരുത് എന്നുള്ളതും, ചില കാര്യങ്ങളെ ഡിലേ വരുത്തണം. നമ്മൾ അവരെ പേഷ്യന്റോടെ, ക്ഷമയോടെ വെയിറ്റ് ചെയ്യിപ്പിക്കുക. ഇപ്പൊ ഇന്ന് പറഞ്ഞു, നാളെ തന്നെ നമ്മൾ ചില കാര്യങ്ങൾ മേടിച്ചു കൊടുക്കരുത്. അവർക്ക് അത്ര ആവശ്യമില്ലാത്തൊരു കാര്യം തോന്നിക്കഴിഞ്ഞാൽ പറയണം. ഞാൻ പറയാറുള്ളത് ഇങ്ങനെയാ, അപ്പയുടെ കയ്യിൽ ഇന്ന് അത് മേടിക്കാൻ പൈസ ഇല്ല എന്ന് പറയും. ചില ദിവസം പറയും, ഞാൻ ഇന്ന് നോക്കട്ടെ, ഉറപ്പില്ല, ഞാൻ കിട്ടുവാണെങ്കിൽ മേടിക്കാൻ പറയും. അപ്പൊ അങ്ങനെ 3-4 ദിവസം വെയിറ്റ് ചെയ്യിപ്പിക്കും. ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ കുട്ടികൾക്ക് ആ കിട്ടുന്ന സാധനത്തിന്റെ വാല്യൂ മനസ്സിലാവും. ചിലത് പറയും, നിനക്കത് വേണ്ട, അത് അപ്പം മേടിച്ച് തരില്ല. അപ്പോൾ തുടക്കത്തിലൊക്കെ ബുദ്ധിമുട്ട് കാണിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ അത് ഓൾമോസ്റ്റ് പറയുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് കുട്ടികൾക്ക്. സോ ഒരു കാരണവശാലും അപ്പോൾ വലുതായി കഴിയുമ്പോൾ അവരുടെ ആഗ്രഹം വളരും. അപ്പോൾ ബൈക്കൊക്കെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് മേടിച്ചു കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ ചെറുപ്പം മുതൽ എല്ലാം മേടിച്ചു കൊടുത്ത്, എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്ത് വളർത്തിക്കൊണ്ട് വന്ന ഒരു കുട്ടിയാണെങ്കിൽ അവരത് ഉൾക്കൊള്ളണമെന്നില്ല നമ്മുടെ സാഹചര്യങ്ങൾ. അപ്പൊ അത്തരത്തിൽ കാര്യങ്ങൾ ചെറുപ്പം മുതലേ ആ ഒരു ബേസ് മനസ്സിലാക്കി കൊടുക്കണം എന്നുള്ളത് പ്രധാനപ്പെട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾ കാണുന്ന ചില കാർട്ടൂൺ കാണാറുണ്ടെന്ന് ഞാൻ കരുതുന്നു. കാണിക്കരുത് എന്നുള്ളതാണ്. 3 വയസ്സ് വരെ സ്ക്രീൻ അവർ ഒരു കാരണവശാലും കാണരുത് എന്നുള്ളതാണ്. 3 വയസ്സിന് ശേഷം വളരെ ലിമിറ്റഡ് ആയിട്ട് നമ്മുടെ പ്രസൻസിൽ എന്തെങ്കിലുമൊക്കെ, അതും കാണാതിരിക്കാൻ പറ്റുവാണെങ്കിൽ അത്ര നല്ലത്. ഈ പെപ്പ പിഗ് എന്ന് പറയുന്നത്, ഞാൻ സോഷ്യൽ മീഡിയ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ ഞാൻ കിട്ടിയ 1-2 ഇൻഫർമേഷൻ ആണ്. പെപ്പ പിഗ് എന്ന് പറയുന്ന ഒരു കാർട്ടൂൺ ഉണ്ട്. അത് നമ്മുടെ കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ കാണിക്കരുതെന്നാണ് പറയുന്നത്. അതിന് കാരണം ആ ക്യാരക്ടർ റൂഡ് ബിഹേവിയർ ഉള്ള ഒരു ക്യാരക്ടറാണ് എന്നാണ്. പെപ്പ പിഗ്. 2, മാഷ് ആൻഡ് ബിയർ എന്ന് പറയുന്ന ഒരു കാർട്ടൂൺ. അതിനകത്തെ ക്യാരക്ടേഴ്സ് ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ്. അതും നമ്മുടെ കുട്ടികൾക്ക് ഗുണമൊന്നും ചെയ്യില്ല. മാഷ് ആൻഡ് ബിയർ. അതുപോലെ തന്നെ ചോട്ടാ ഭീം എന്ന് പറയുമ്പോൾ കൂടുതലും വയലൻസ് ആണ് അതിനകത്ത് വരുന്നത്. കാർട്ടൂൺ ആണെങ്കിൽ കൂടുതൽ വയലൻസ് ആണ്. അവിടെ നിന്നും കുട്ടികൾക്ക് നന്നായിട്ടൊന്നും പഠിക്കാനില്ല. ഞാൻ വല്ലപ്പോഴും എന്റെ മോനും കുട്ടിയാണല്ലോ, ഒത്തിരി പിടിച്ചു വെക്കണം ശരിയല്ലോ. അപ്പൊ ഇടയ്ക്കൊക്കെ കാർട്ടൂൺ കാണണമെന്ന് പറയുമ്പോൾ ഞാൻ കാണിച്ചു കൊടുക്കുന്നത് ഹൈദി എന്ന് പറയുന്ന ഒരു ലില്ലി അല്ലെങ്കിൽ ഹൈദി എന്ന് പറയുന്ന ഒരു കാർട്ടൂണാണ്. അതൊരു കഥയാണ്. ഒരു യൂറോപ്പിന്റെ ഗ്രാമത്തിൽ നടക്കുന്ന ഒരു കഥയാണ്. അതിനകത്ത് എപ്പോഴും ഒരു നല്ല കുട്ടി, ആ കുട്ടി ഒരു ക്യാരക്ടറും ഒരു കുറെ മോറൽ വാല്യൂസും ഒക്കെ നൽകുന്ന ഒരു 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 കാർട്ടൂണാണ് ലില്ലി. അത് ഹാഫ് ആൻ അവർ ഉള്ള ഒരു എപ്പിസോഡായിട്ടാണ് വരുന്നത്. അത് നല്ലതായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത് ശ്രദ്ധിക്കുന്നത്, ആ കാർട്ടൂൺ കാണിക്കുന്നതിൽ തെറ്റില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ കുട്ടികളുടെ കൂടെ നമ്മൾ കളിക്കാൻ കൂടുക. നമ്മൾ പറയാറുണ്ട് ക്വാളിറ്റി ടൈം കൊടുക്കണമെന്ന് പറയാറുണ്ട് അല്ലെ? കുട്ടികളുടെ കൂടെ കളിക്കാൻ കൂടുമ്പോൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള കളിയിൽ നമ്മൾ പങ്കെടുക്കണം. ചില പേരൻസ് ഉണ്ട്, കളിക്കാൻ കൂടാന്ന് പറഞ്ഞിട്ട് അവിടെ പോയി അടുത്തിരിക്കും, എന്നിട്ട് കളിക്കാൻ കൂടുന്നില്ല. എടാ നീ കളിച്ചോ, മോളെ കളിച്ചോ, മോനെ കളിച്ചോ എന്ന് നമ്മുടെ ഇന്നലെ മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ നമ്മൾ നമ്മുടേതായ ലോകത്തിരിക്കും. അങ്ങനെയല്ല, അവരെന്താഗ്രഹിക്കുന്നോ അവരുടെ കൂടെ കളിക്കണം. ഇപ്പൊ ഈ അടുത്തിടയ്ക്ക് അവന് സാറ്റേ സീറ്റ് ഹൈഡ് ആൻഡ് സീക്ക് കൂട്ടുകാരുടെ കൂടെ കളിച്ചിട്ട് അവന് ഭയങ്കര ഇഷ്ടം. ഒരു ദിവസം കൂട്ടുകാരും ഇല്ല, അവന് കളിക്കണം. അവൻ നോക്കി കഴിഞ്ഞപ്പോ അപ്പയോട് അവൻ പറഞ്ഞു കളിക്കാൻ വരാൻ പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും കൂടി വീടിന് ചുറ്റും കിടന്ന് ഹൈഡ് ആൻഡ് സീക്ക്. അപ്പോ അയലക്കത്തെ വീട്ടിലൊരു ചേച്ചി വന്നിട്ട് ഇത് എന്നെ കാണുന്നേ എന്നുള്ള രീതിയിൽ ചോദിച്ചു. പക്ഷെ അതൊന്നും ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് അങ്ങ് എടുത്തു കഴിഞ്ഞാൽ അതൊന്നും ഒരു പ്രശ്നമേ അല്ല. നമ്മുടെ കുട്ടികൾ സന്തോഷിക്കുന്നുണ്ടോ എന്നുള്ളത്. അപ്പൊ അവൻ വിളിച്ചു കഴിഞ്ഞാൽ അവന്റെ അപ്പയും അമ്മയും ഒരുമിച്ച് അവന്റെ കൂടെ കളിക്കാൻ കൂടുമെന്നുള്ളത് ആ കുട്ടിയിൽ വളരെയധികം പോസിറ്റിവിറ്റി വരാൻ സഹായിക്കും എന്നുള്ളതാണ്. ക്വാളിറ്റി ടൈം എല്ലാ ദിവസവും, വല്ലപ്പോഴും അല്ല, എല്ലാ ദിവസവും. നമ്മുടെ ജോലിയുടെ സാഹചര്യം ഒക്കെ വ്യത്യസ്തമാണ്. പലർക്കും, പല പേരൻസിനും പല ബുദ്ധിമുട്ടുകളുണ്ട്. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ എൻ്റെ വീട്ടിലെ മൂത്ത മകനാണ്. അപ്പോൾ ഞങ്ങൾ 2020 കൊറോണ കഴിഞ്ഞ സമയത്ത് പുതിയ വീട് വെച്ച് മാറാനുള്ള ഒരു തീരുമാനം എടുത്തു. കാരണം അനിയന്റെ കല്യാണ പ്രായമൊക്കെ ആയി, അവനും എപ്പോഴെങ്കിലും കല്യാണം നടത്താം,
അപ്പൊ അതിനു മുമ്പ് മാറുക എന്നുള്ളതാണ്. ഞാൻ ട്രെയിനറാണ്, ഇങ്ങനെ ഓൾ കേരള ഇങ്ങനെ ട്രാവൽ ചെയ്യണം. അപ്പൊ എന്റെ വീട് നേര്യമംഗലം എന്ന് പറഞ്ഞൊരു സ്ഥലം, ആലുവയിൽ നിന്ന് ഒരു 60 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ ഒരു ട്രെയിൻ കിട്ടണമെങ്കിൽ എനിക്ക് 60 കിലോമീറ്റർ ട്രാവൽ ചെയ്യണം. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം പെരുമ്പാവൂർ, മൂവാറ്റുപുഴ, ആ ഒരു ഏരിയയിലേക്കൊക്കെ മാറുകയാണെങ്കിൽ നല്ലതാ, പ്രൊഫഷണലി നല്ലതാ. വൈഫിനും അത് തന്നെ, വൈഫ് ബാങ്ക് എംപ്ലോയിയാണ്, ആൾക്കും നല്ലത്. പക്ഷേ ഞങ്ങള് ബൈ ചാൻസ് ഞങ്ങളുടെ വീടിന്റെ തറവാടിന്റെ നേരെ ഓപ്പോസിറ്റ് വീതി കുറഞ്ഞിട്ട് നീളം കൂടിയ ഒരു പ്ലോട്ട് കിട്ടി. ഞങ്ങളത് മേടിച്ചു. അവിടെ വെള്ളമില്ല, കുഴൽക്കിണർ കുത്തണം. വീതി കുറവായതുകൊണ്ട് ഇഷ്ടമുള്ള രീതിയിൽ വീട് പണിയാൻ പറ്റില്ല. പുതിയൊരു വീടാണല്ലോ പണിയുന്നത്, നമ്മുടെ ഇഷ്ടത്തിന് പണിയാൻ പറ്റില്ല. എല്ലാ രീതിയിലും ഞങ്ങൾ ആ തീരുമാനം എടുത്തു കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു മണ്ടൻ തീരുമാനമാണ്. ഒന്ന്, നേരിയംകുളം പോലുള്ള ഒരു സ്ഥലത്ത് നിന്ന് മാറി താമസിക്കാം. 2, കുറച്ചുകൂടെ വീതിയുള്ള ഒരു സ്ഥലം മേടിക്കാമായിരുന്നു. 3, വെള്ളം പോലും ഇല്ലാത്ത സ്ഥലത്താണോ നിങ്ങൾ വീട് പണിയാൻ പോകുന്നത്? പക്ഷെ ഇതിനെല്ലാം മറിച്ച്, അല്ലെങ്കിൽ ഇതിനെല്ലാം ഓവർകം ചെയ്യുന്ന ഒരേ ഒരു കാര്യം ഉണ്ടായിരുന്നത്, ഞങ്ങൾ മാറിപ്പോകുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ പേരൻസിന്റെ അടുത്ത് നിന്ന് മാറുന്നില്ല എന്നുള്ളത് തന്നെയായിരുന്നു. കാരണം വീടിന്റെ നേരെ ഓപ്പോസിറ്റ് ആ പേരൻസ് ഉള്ളത്. അപ്പൊ എന്റെ മോന് കിട്ടിയ വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, അവന് അവന്റെ അപ്പനെയും അമ്മയെയും അപ്പാപ്പനെയും അമ്മാമ്മയെയും ഒരേപോലെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയെന്നുള്ളത്. വളരെ നേരത്തെ, വളരെ ലൈവായിട്ട് എന്റെ കുട്ടി സംസാരിച്ചു തുടങ്ങി. പലപ്പോഴും നമ്മൾ ഈ ഒരേ ജീവിത സാഹചര്യം എന്നാൽ പോലും ഈ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന നമ്മുടെ കൂട്ടുകാരുടെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ചു. ആ 4 ചുവരുകൾക്കുള്ളിൽ നിന്നൊന്ന് പുറത്തിറങ്ങാൻ പോലും പല കുട്ടികൾക്കും സാധിക്കാറില്ല. പല കുട്ടികളും വളരെയധികം ഇൻട്രോവേർട്ടായിട്ട് ഇരിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ഒരു പരിധി വരെ അതിന് സാഹചര്യം കൂടി ആണ് കാരണം. അപ്പൊ നമ്മുടെ കുട്ടികളെ, നമ്മുടെ ജീവിത സാഹചര്യം എന്തും ആയിക്കോട്ടെ, പക്ഷെ അതൊന്നും നമ്മുടെ കുട്ടികളെ ബാധിക്കാത്ത രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യാൻ പറ്റണം. മാസത്തിൽ 1 or 2 പ്രാവശ്യം പുറത്തു പോവുകയും പുറം ലോകം അവരെ കാണിച്ചു കൊടുക്കുകയും, നമ്മൾ കടയിൽ സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകുമ്പോൾ നമ്മളോടൊപ്പം അവരെ കൊണ്ടുപോവുകയും ചെയ്യണം. അതുപോലെ തന്നെ ഈ ഏപ്രിൽ മെയ് മാസത്തില് അവധി വന്നു കഴിഞ്ഞപ്പോൾ വൈഫ് ജോലിക്ക് പോകും, എനിക്കും ക്ലാസ്സിന് പോകേണ്ട സാഹചര്യമുണ്ട്. അപ്പൊ എല്ലാ ദിവസവും പേരൻസിന്റെ കൂടെ ഇരുത്തിയിട്ട് പോകാനും പറ്റാത്തൊരു സാഹചര്യം. അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ കൂടെ ക്ലാസ്സിന് കൊണ്ടുപോയി, എന്റെ മോനെ എന്റെ കൂടെ എന്റെ ക്ലാസ്സിന് കൊണ്ടുപോയി. സോ അങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു അവന്, കാരണം ഒരു ഫുൾ ഡേ ക്ലാസ് ഒക്കെ ആകുമ്പോൾ അവൻ ബോറടിച്ചിരിക്കും. പക്ഷെ ഞാൻ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, അവൻ ചെയ്യുവാണെങ്കിൽ ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ. അവിടെ ചെന്നിട്ട് ഗ്രൂപ്പൊക്കെ തിരിച്ച് ആക്ടിവിറ്റി കൊടുത്തിട്ടാണല്ലോ സെഷൻ ചെയ്യുന്നത്. അപ്പോൾ ഓരോ ഗ്രൂപ്പ് തിരിക്കുന്ന സമയത്ത് അവന് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ അങ്ങ് ആഡ് ഓൺ ചെയ്യും. പലപ്പോഴും ആ ഗ്രൂപ്പിനോട് ചേർന്ന് അവന് ഹാപ്പി ആയിട്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സന്തോഷത്തോടെ ഞാൻ നോക്കി കണ്ടിട്ടുള്ളത്. അപ്പൊ ഞാനിപ്പോ അവന്റെ അപ്പൻ എന്താ ചെയ്യുന്നേ എന്ന് പോലും അറിയാവുന്ന ഒരു സാഹചര്യം. അപ്പൊ നമ്മുടെ കുട്ടികളെ ചേർത്ത് നിർത്തുക, അവരെ മനസ്സിലാക്കുക, അവരെ ഉൾക്കൊള്ളുക, അവരെ റെസ്പെക്ട് ചെയ്യുക, അവരെ കേൾക്കുക. നമ്മുടെ സ്നേഹം എന്താ പറയാ, അളന്നല്ല, മനസ്സ് നിറഞ്ഞവർ കൊടുത്തുകൊണ്ടിരിക്കുക. പ്രധാനമായും അടിസ്ഥാനപരമായും ഞാൻ പറയുന്ന ഒരു 2 കാര്യം ഇതാണ്: കൃത്യമായ ഒരു റൂൾ ഓഫ് ഡിസിപ്ലിൻ വേണം എന്നുള്ളതും ക്വാളിറ്റി ടൈം നമ്മൾ കൊടുക്കണം എന്നുള്ളതും. ഈ 2 കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇനി ഞാനൊരു കാര്യം പറയാം. ഈ ഒരു പ്രോഗ്രാം എന്നെ ക്ഷണിച്ചു, വളരെ സന്തോഷത്തോടെ വന്നു. ഈ ഒരു ഡേറ്റ് കിട്ടി, എല്ലാം ഓക്കെ ആയി. ഇന്നലെ ഉച്ചയായപ്പോഴത്തേനും പനി തുടങ്ങി. അപ്പൊ ഇന്നലെ രാത്രി മുഴുവൻ പനിച്ചിട്ട് ഇന്ന് രാവിലെ ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ എഴുന്നേറ്റ് നിന്നാണ് ഞാൻ സംസാരിച്ചത്. ഞാനിത് പറയേണ്ട കാര്യമില്ല, എന്നാൽ പോലും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തെന്നുള്ളൂ. എനിക്ക് ഇത്രയും പറഞ്ഞെത്താൻ കഴിയുമെന്ന് ഒരു കോൺഫിഡൻസും ഇല്ലാതെയാണ് ഞാൻ ഇവിടെ നിന്ന് സംസാരിച്ചത്. എന്തോ ദൈവാനുഗ്രഹം, ഈ ഒരു പ്രോഗ്രാമിന്റെ ഒരു ബ്ലെസ്സിങ് ആയിട്ട് ഇതിനെ കാണുകയാണ്. ഞാൻ പറഞ്ഞതിൽ ഏതെങ്കിലും 1 or 2 കാര്യമെങ്കിലും നിങ്ങളുടെ ലൈഫിൽ പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാൻ പറ്റുമെങ്കിൽ എനിക്ക് ഒത്തിരി സന്തോഷം. ഈ ഒരു പ്രോഗ്രാമിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്ത സിദേശിനും പ്രസിഡന്റ് JC കൃഷ്ണയ്ക്കും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. ഒരു കാര്യമാണ് പറയാൻ പറ്റുമോ, സോറി. കുറച്ച് യങ് ആയിട്ടുള്ള കുട്ടികളുടെ പേരൻസ് ഉണ്ടല്ലോ. ഒരു പ്രായം കഴിയുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഐഡന്റിറ്റി ക്രൈസിസ് വരും. താൻ ആരാണെന്ന് ഒരു വ്യക്തത കുറവ് വരും. അതായത് ഇല്ലത്തുനിന്ന് പോരുകയും ചെയ്തു അമ്മാത്തേക്ക് എത്തിയില്ലാത്ത ഒരവസ്ഥ വരും. അപ്പോൾ അവർ അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടിയിട്ട് കുറെ പ്രകടനങ്ങൾ നടത്തും. അതിനെ ആ രീതിയിൽ ഉൾക്കൊള്ളുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട.
അവരെ ആ ഒരു വ്യക്തിയായിട്ട് ഉൾക്കൊള്ളുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാവേ, അവർക്ക് നമ്മളെ വേണ്ട സമയം അവരുടെ ബാല്യമാണ്. ഒരു 10 വയസ്സ് വരെയാണ് പേരൻസിനെ അവർക്ക് ആവശ്യം. 10 വയസ്സിന് ശേഷം ഡയറക്റ്റ് നമ്മുടെ പ്രസൻസ് അവർ ആഗ്രഹിക്കുന്നില്ല. അവർക്ക് അവരുടെ പ്രൈവസി വേണം. പല പേരൻസും ഉൾട്ടയാ, ചെറുപ്രായത്തിൽ ആ കുട്ടികളല്ലേ എന്നുള്ള രീതിയിൽ വലിയ മൈൻഡൊന്നും ചെയ്യില്ല, നമ്മുടെ കാര്യമായിട്ട് പോകും. എന്നിട്ട് 10 വയസ്സൊക്കെ കഴിയുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു മിസ്റ്റേക്കോ അല്ലെ അവരുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു പ്രോബ്ലംസോ ഒക്കെ കണ്ടു തുടങ്ങുമ്പോൾ നമ്മൾ അഡ്വൈസ് ചെയ്യാനും കറക്റ്റ് ചെയ്യാനും ചെയ്യും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ട്. അത് ഒന്ന് മനസ്സിലാക്കണേ. ഒരു അവർക്ക് അവരുടേതായ ഒരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. ഒരു പ്രായം കഴിഞ്ഞു കഴിയുമ്പോൾ ഓവറായിട്ട് അവരുടെ കാര്യങ്ങളിൽ ഇടപെടാൻ ചെല്ലാതിരിക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ട. പക്ഷെ ഓപ്പൺ ഡിസ്കഷൻസ് വേണം. എപ്പോഴും അവരെന്ത് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യണം. പക്ഷെ അവരുടെ പ്രൈവസിയെ നമ്മൾ എപ്പോഴും മാനിക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ട. 10 വയസ്സ് വരെ നമ്മളുടെ സാന്നിധ്യം അവർക്ക് ശരിക്കും വേണ്ടത്. അവിടെ ഒരു ബേസ് കൊടുത്തു കഴിഞ്ഞാൽ 100% ഞാൻ പറയുന്നത് നമ്മൾ പേടിക്കണ്ട, പിന്നെ അവരെ നല്ല രീതിയിൽ പോയിക്കോളും. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അവരൊരു കൗമാരം മുതൽ യൗവനം വരെയുള്ള സമയത്ത് അവർ സ്പെൻഡ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം വളരെ പ്രധാനപ്പെട്ട. അവരെവിടെ സമയം ചെലവഴിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട. അവർ എവിടെ സമയം കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനം. ഇതുകൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഓവർ ടു സിദേശ്. Thank you, Jason sir. Now I open the floor for any feedbacks or any questions. എന്തെങ്കിലും ചോദ്യങ്ങളോ അല്ലെങ്കിൽ ഫീഡ്ബാക്ക് പറയാൻ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. സർ, എനിക്കൊരു ചോദ്യം ഉണ്ടായിരുന്നു ആദ്യം. സർ, നമ്മളിപ്പോ കാണുന്ന ഒരു സാഹചര്യം എന്ന് വെച്ചാൽ എല്ലാവരും വർക്കിംഗ് പാരന്റ്സ് ആണല്ലോ. ബോത്ത് പാരന്റ്സ്, രണ്ട് പാരന്റ്സും വർക്കിംഗ് ആയിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് പാരന്റ്സിനെ ഭാഗം ചിന്തിക്കുമ്പോൾ അവർക്കും കുറെ കുറ്റബോധം തോന്നിയേക്കാം, സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. നമുക്കൊരു 2-3 ഡെയിലി ബേസിൽ ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും, സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും ഹാബിറ്റ്സ് സജസ്റ്റ് ചെയ്യാൻ പറ്റും? അതിൽ ഇത്ര ഉള്ളു കാര്യം സിതേഷ്. അതായത് നമുക്ക് വളരെ ആവശ്യമുള്ള കാര്യങ്ങൾ, നെസസറി ആയിട്ടുള്ള കാര്യങ്ങൾ, അത് എത്ര തിരക്ക് വന്നാലും അത് നമ്മൾ ചെയ്യും, അല്ലേ? ഞാനൊരു പോയിന്റ് പറഞ്ഞിട്ട് അതിലേക്ക് വരാവേ. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ വീട് വെച്ച കാര്യം പറഞ്ഞില്ലേ. ഞങ്ങൾ ഇവിടുന്ന് മാറി വേറൊരു സ്ഥലത്ത് പോയി വീട് വെച്ചിരുന്നെങ്കിൽ, എൻ്റെ വൈഫ് വർക്ക് ചെയ്യുന്നു, ഞാനും പ്രോഗ്രാമിനൊക്കെ ആയിട്ട് പോകുന്നു. അപ്പൊ എൻ്റെ കുട്ടിയെ നോക്കാൻ വേറെ ഒരു സാഹചര്യവും ഉണ്ടാവില്ല. ഞങ്ങളുടെ കരിയർ ഗ്രോത്തും ഞങ്ങളുടെ കുറെ കാര്യങ്ങൾക്കും വേണ്ടി ഞങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ട് പോയിരുന്നെങ്കിൽ, അവിടെ ഞങ്ങളുടെ കുട്ടികളുടെ, എൻ്റെ മകന്റെ ബാല്യമാണ് ഞങ്ങളവിടെ വേണ്ടാന്ന് വെക്കുന്നത്. ആ ഒരു പോയിന്റ് നമ്മളൊന്ന് മനസ്സിലാക്കുന്നു. ദെൻ ഇത്രേ ഉള്ളൂ. നമ്മൾ ഹസ്ബൻഡ് ആൻഡ് പേരൻസ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ്, നമ്മൾ മാറി മാറി ആ ഒരു ടൈം ഷെഡ്യൂളിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ടത്. രാത്രി വന്നു കഴിയുമ്പോൾ ഇപ്പൊ എല്ലാ ദിവസവും പ്രാക്ടിക്കലി നടന്നു എന്ന് വരില്ല, പക്ഷെ നമ്മളിൽ ആരെങ്കിലും ഒരാള് ആ ഒരു ദിവസത്തിന്റെ ഏതെങ്കിലും ഒരു സമയത്ത് ആ കുട്ടിയുമായിട്ട്, പ്രധാനമായിട്ടും ഞാൻ പറയുകയാണെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കളികളിൽ ഏർപ്പെടുക എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ ചെയ്യുന്ന 1-2 കാര്യങ്ങൾ പറയാം. എന്റെ കുട്ടിക്ക് പടം വരയ്ക്കാൻ ഇഷ്ടമുള്ള ഒരാളായതുകൊണ്ട് അവൻ വരയ്ക്കുന്ന കൂടുതൽ ഞാനും, എനിക്ക് പടം വരയ്ക്കാൻ അറിയില്ല. അപ്പൊ അവൻ വരയ്ക്കുന്ന കൂടുതൽ ഞാനും ഒരു പേനയും പേപ്പറുമായിട്ട് പോയിരുന്നിട്ട് അവന്റെ കൂടെ അവൻ വരയ്ക്കുന്ന പോലെ തന്നെ ഞാനും വരയ്ക്കാൻ ശ്രമിക്കും. അപ്പൊ അവന്റെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന ഒരു ഫീൽ അവന് കിട്ടുക ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ക്യാരംസ് ബോർഡ് ഉണ്ട്, ക്യാരംസ് കളിക്കാൻ ആൾക്ക് ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെയുള്ള മത്സരങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളതാണ് കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടം. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഇഷ്ടത്തിനായിരിക്കരുത്, അവരവിടെ ലീഡ് ചെയ്തോട്ടെ. അവര് ലീഡ് ചെയ്താലേ അവർക്ക് ഹാപ്പിനെസ് വരുള്ളൂ. അപ്പൊ നമ്മളൊരു ടൈം ലിമിറ്റ് വെക്കരുത്, നമ്മൾ അതിനകത്ത് ഓവറായിട്ട് കമന്റ് പറയാൻ നിൽക്കരുത്. അവര് പറയുന്ന കേൾക്കുക, അവർ ചെയ്യുന്ന കൂടെ അവരുടെ ഒപ്പം നിൽക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പൊ അവിടെ അവർക്ക് ഭയങ്കരമായിട്ട് സന്തോഷിക്കാൻ പറ്റും. പ്രധാനമായിട്ട് ഇപ്പൊ ഈ ഏറ്റവും അടുത്ത കാലത്ത് വന്നൊരു ഇതാണ്, അത് ചുമ്മാ ഒരു ഷെഡ്യൂൾ ചെയ്ത് പറയുന്നുള്ളൂ. 3 മിനിറ്റ് എന്ന് പറഞ്ഞ രീതിയിൽ 9 മിനിറ്റുള്ള ഒരു കാര്യം. അതായത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു 3 മിനിറ്റ് അവരോട് സ്പെൻഡ് ചെയ്യണം, വൈകുന്നേരം ഒരു 3 മിനിറ്റ് സ്പെൻഡ് ചെയ്യണം, രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു 3 മിനിറ്റ് സ്പെൻഡ് ചെയ്യണം. എനിക്കത് അത്ര പ്രാക്ടിക്കലായിട്ട് തോന്നിയില്ല. അതിനകത്ത് ഓവറോൾ പറയുന്നത് ഒരു ക്വാളിറ്റി ടൈം കൊടുക്കുക എന്നുള്ളത്. പിന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഉറങ്ങുന്ന സമയത്ത് ഇപ്പൊ ചില പേരൻസ് ഉണ്ട്, നിങ്ങൾ പോയി കിടന്നോ, ഞാൻ വന്നോളാം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ പോയി കിടക്കണം. അപ്പൊ നമുക്ക് വർക്ക് ചെയ്യാനുണ്ടെങ്കിൽ വിചാരിക്കും, ഒരു 9:30 ആകുമ്പോൾ നമ്മൾ പിള്ളേർ കിടക്കുമെന്ന് വിചാരിക്കുക. നമ്മൾ പൊതുവെ പറയാനുള്ള പോയി കിടന്നോ, അച്ഛന് കുറച്ച് വർക്ക് ഉണ്ട് കേട്ടോ എന്ന് പറയാറുണ്ട്. ഓക്കെ, പക്ഷെ
ആഴ്ചയിൽ ഒരു 4 ദിവസം എങ്കിലും, എന്ന് വെച്ചാൽ നമുക്ക് തിരക്കുണ്ട്, അപ്പൊ നമ്മൾ പോയി കിടക്കണം, കെട്ടിപ്പിടിച്ച് കിടക്കണം, അല്ലെ എന്തെങ്കിലും കഥകൾ വായിച്ചു കൊടുത്ത് കഥകൾ പറഞ്ഞ് ഒന്ന് ഉറങ്ങണം. അവർ ഉറങ്ങി കഴിഞ്ഞിട്ട് വേണേൽ തിരിച്ച് എഴുന്നേറ്റ് വന്നിട്ട് നമ്മുടെ വർക്ക് തീർക്കും. ഒരു അരമണിക്കൂറിനുള്ളിൽ എന്തായാലും അവർ ഉറങ്ങുള്ളൂ. സോ ആ കിടക്കുന്ന സമയത്ത് നമ്മുടെ ഒരു ഹഗ്ഗിനും നമ്മുടെ ഒരു അവരുടെ കൂടെ കിടക്കുന്നതിനും വലിയ പ്രാധാന്യം, ഒരു സുരക്ഷിതത്വ ബോധം നമ്മുടെ കുട്ടികളിൽ ഉണ്ടാവും. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു ചെയർ. ജെയ്സൺ, നല്ല സെഷൻ ആയിരുന്നു. സിമ്പിൾ, കോംപ്രിഹെൻഡിബിൾ, മിക്ക പേരൻസിനും നല്ല ടേക്ക് വേ ഉണ്ട്. അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, പക്ഷെ അത് ഒന്നുകൂടി സിമെന്റ് ചെയ്ത് കൊടുത്തു. വെരി വെൽ സെഡ്. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. യാത്രയിലായിരുന്നു, ഇപ്പൊ ജസ്റ്റ് ഒന്ന് ഫ്രീ ആയിട്ടുള്ളൂ. ഞാൻ കേട്ടായിരുന്നു, കംപ്ലീറ്റ്ലി കേട്ടായിരുന്നു. എനിക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ഗംഭീരമായിരുന്നു ആസ് യൂഷ്വൽ. ഒരുപാട് ടേക്ക് അവേസ് ഉണ്ട്. താങ്ക് യു സോ മച്ച്. അതിലേതാ പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാൻ പോകുന്നത്? എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ആ ലാസ്റ്റ് മേമ്പൊടിയാണ്. ഇതിന് ശേഷം ലാസ്റ്റ് പറഞ്ഞ 2-3 ടിപ്സ് പറഞ്ഞല്ലോ, ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ പറയണ്ടെന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ പുതിയൊരു ട്രെൻഡ് വന്നിക്കണത് 4ാം ക്ലാസ്സിൽ വരെ അവർക്ക് ലവ് അഫെയർസ് ഉണ്ട്. അപ്പൊ ഹൗ ഡു പേരൻസ് ഹാൻഡിൽ ദാറ്റ്? ആദ്യം ബെസ്റ്റി ആയിട്ട് തുടങ്ങിയിട്ട് പിന്നെ അത് ഇത്തിരി സീരിയസ് ആയിട്ട് പോണ കേസ്. 7-8 ഒക്കെ ആവുമ്പോഴേക്കും ഇറ്റ് ഇസ് പ്രെറ്റി സീരിയസ്. അതായത് നമ്മുടെ കുട്ടികളൊക്കെ ട്രെൻഡിന് പുറകെ എന്നാ പറയുന്നത്. ട്രെൻഡ്, ഒരേ സാഹചര്യങ്ങളിൽ ഓരോ ട്രെൻഡ് വരുന്നു. അവരുടെ ഒരു ഫ്രണ്ട് സർക്കിളിലെല്ലാം അത് ഫോളോ ചെയ്യുമ്പോൾ നോർമലി നമ്മുടെ കുട്ടികളും അതിന്റെ ഭാഗമാകുന്നു. അവിടെ ഒരു കഥ പറയാം. നമ്മുടെ കുട്ടികളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയാണേ. അതായത് കൊച്ചിയിൽ നിന്ന് വയനാടിന് ഒരു ഗ്രൂപ്പ് ഓഫ് യങ്സ്റ്റേഴ്സ് ടൂർ പോവുക. താമരശ്ശേരി ചുരം കയറി പകുതി എത്തിക്കഴിഞ്ഞപ്പോൾ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി. അപ്പൊ ഇവര് നോക്കിയിട്ട് എന്ത് ചെയ്താൽ നന്നാക്കാൻ പറ്റുന്നില്ല. അപ്പോ താഴേന്ന് ഒരു മെക്കാനിക്കിനെ വിളിച്ചുകൊണ്ടിട്ട് നന്നാക്കി. രാത്രിയായി നന്നാക്കി കഴിഞ്ഞപ്പോൾ. അപ്പോൾ മെക്കാനിക്ക് തിരിച്ചു പോയി. ഇവർ വണ്ടി എടുത്ത് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും രാത്രി ആയതുകൊണ്ട് തണുപ്പൊക്കെ കൂടി കോട വന്ന് നിറഞ്ഞു. കോട അങ്ങനെ വന്നപ്പോൾ ഇവർക്ക് മുമ്പോട്ട് പോകാനും പറ്റില്ല. എന്നാൽ പിന്നെ അവിടെ വണ്ടി നിർത്തി കിടന്നുറങ്ങാം, രാവിലെ കോടയൊക്കെ മാറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. പക്ഷെ അവർ വണ്ടി നിർത്തി ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ നിന്ന് ആനയുടെ ചിന്നവിളി കേൾക്കുക. അപ്പൊ അവർക്ക് മനസ്സിലായി ഇവിടെ അടുത്ത ഒരു അറ്റയാനുണ്ട്. അപ്പൊ അവിടെ നിർത്താനും പറ്റില്ല. അപ്പൊ അവർക്ക് എങ്ങനെയെങ്കിലും മുമ്പോട്ട് പോകണം. അപ്പൊ താഴത്തുനിന്ന് സ്ഥിരമായിട്ട് മീൻ കയറ്റി വരുന്ന ഒരു പിക്കപ്പ് വാൻ ഇവരെ ക്രോസ് ചെയ്ത് അങ്ങ് പോയി. അപ്പൊ ഈ പിക്കപ്പ് വാനില് മഞ്ഞ ബൾബ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തായിട്ടാണ് പോകുന്നത്. അപ്പൊ ഇവർ ഈ മഞ്ഞ ബൾബിനെ നോക്കി അങ്ങ് പോയി. ആ വാൻ കയറ്റം കയറുമ്പോൾ നമ്മുടെ യങ്സ്റ്റേഴ്സിന്റെ വണ്ടിയും കയറ്റം കയറുന്നു. വളവ് തിരിയുമ്പോൾ വളവ് തിരിയുന്നു, ബ്രേക്ക് ചവിട്ടുമ്പോൾ ബ്രേക്ക് ചവിട്ടുന്നു. അങ്ങനെ പോയി കുറേ ദൂരം അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേനും ഫ്രണ്ടിൽ പോയ വണ്ടി ഒരു സഡൻ ബ്രേക്ക് ഇട്ടു. അപ്പൊ നോർമലി ഫ്രണ്ടിൽ നിന്ന് പോയ ബാക്കി വന്ന് നമ്മുടെ വണ്ടി പോയി ഒറ്റ ഇടിയും ഇടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ചെറുപ്പക്കാരാണല്ലോ, ഒരു ചാടി ഇറങ്ങുന്നു. ഫ്രണ്ടിൽ പോയ വണ്ടിയുടെ ഡ്രൈവറിനെ ഡോർ തുറന്ന് വലിച്ചിറക്കുന്നു. അപ്പൊ ഒരു മധ്യവയസ്കനായിട്ടുള്ള ഒരു പാവം മനുഷ്യൻ. അവർ താൻ എന്ത് പരിപാടി കാണിച്ചേ, ഇങ്ങനെയാണോ വണ്ടി ബ്രേക്ക് ചവിട്ടണേ? ഇങ്ങനെ ചവിട്ടി കഴിഞ്ഞാൽ പുറകിൽ നിന്ന് വന്ന വണ്ടി ഇടിക്കുമെന്ന് അറിയില്ലേ? ഒരു മര്യാദ ഇല്ലാത്താണല്ലോ താൻ വണ്ടി ഓടിച്ചത്. ഇങ്ങനെ കുറേ പറഞ്ഞ് ഞങ്ങൾ ഷൗട്ട് ചെയ്യുക. അപ്പൊ മധ്യവയസ്കനായിട്ടുള്ള മനുഷ്യൻ വളരെ എന്താ പറയാ മാന്യമായിട്ട്, മക്കളെ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയാം. പറഞ്ഞു താൻ തെറ്റ് ചെയ്തു, ഇതുപോലെ വണ്ടി ചവിട്ടി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എങ്ങനെ അത് മാനേജ് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തട്ടി കയറുക. അവസാനം ഈ മധ്യവയസ്കൻ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, എന്റെ വീടിന്റെ കാർ പോർച്ചിൽ വണ്ടി നിർത്താൻ നിങ്ങളുടെ അനുവാദം വേണോ? അതായത് റോഡും കഴിഞ്ഞ് മിറ്റവും കഴിഞ്ഞ് കാർ പോർച്ചിൽ കൊണ്ടേ നിർത്തിയ വണ്ടിയുടെ പുറകിൽ കൊണ്ടേ ഇടിച്ചിട്ടാണ് ഇവര് ചൂടാണ്. കാരണം ഇവര് മഞ്ഞ ബൾബ് നോക്കിയല്ല പോയെ, മഞ്ഞ ഉണ്ടായിരുന്നല്ലോ. നമ്മുടെ കുട്ടികൾ ഇങ്ങനെയല്ലേ എന്ന് തോന്നാറുണ്ട്. എവിടേക്കോ മിന്നിത്തിളങ്ങുന്ന മഞ്ഞ ബൾബുകളുടെ പുറകെ പോകുന്നത്. അത് ഓരോ സമയത്ത് ഓരോരുത്തർ ഇങ്ങനെ വന്ന് മിന്നി മറിഞ്ഞ് പോയിക്കൊണ്ടിരിക്കും. ഇതിന്റെയൊക്കെ പുറകെ പോണ കുട്ടികൾ എന്തിനാ ഇവരുടെ പുറകെ പോയതെന്ന് പോലും ഇവർക്ക് അറിയില്ല. ഈ പുറകെ പോകുന്ന സമയം ഇവരുടെ ക്വാളിറ്റി ടൈം ആണെന്നും നമ്മുടെ കുട്ടികൾ അറിയില്ല. ഇവരുടെ ഡ്രീം സെറ്റ് ചെയ്യാൻ, ഇവരുടെ സ്കില്ല് വർദ്ധിപ്പിക്കാൻ, ഇവർക്ക് ഇവരുടേതായ ഒരു ജീവിതം സെറ്റ് ചെയ്യാനുള്ള സമയമാണ്, അല്ലെ? ക്രിയേറ്റീവ് ആയിട്ടുള്ള സമയമാണ് ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ പോകുന്നത്. നമ്മുടെ ഏറ്റവും റീസെന്റ് ഒരു റാപ്പർ ഉണ്ടല്ലോ, വളരെ ഫേമസ് ആയിട്ടുള്ള റാപ്പർ. അദ്ദേഹം ട്രിവാൻഡ്രത്തുള്ള ഒരു മൈതാനത്ത് പ്രോഗ്രാമിന് വരുന്നു. ഉച്ചയ്ക്ക് ഒരു 11 മണിയായപ്പോൾ സൗണ്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ അവിടെ 100 കണക്കിന് ചെറുപ്പക്കാർ കേൾക്കും. അപ്പൊ ഇദ്ദേഹം തന്നെ ചോദിക്കുക, നിങ്ങൾ എന്തിനാ ഇപ്പോഴേ വന്നു നിൽക്കുന്നേ? പ്രോഗ്രാം വൈകിട്ട് 9 മണിക്കല്ലേ? അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി നമ്മുടെ കുട്ടികളുടെ ഒരു അവസ്ഥ. സ്വന്തം കാര്യം പോലും മറന്ന് എന്തിനൊക്കെയോ പുറകെ ഓടുന്ന ഒരു അവസ്ഥയാണ്.
ഈ കാലഘട്ടത്തിൽ. അവിടെ ബോണ്ടിങ്ങിന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ യങ്സ്റ്റേഴ്സ് ഉള്ള പേരൻസിനോട് എനിക്കുള്ള ഒരു നിർദ്ദേശം നമ്മുടെ കുട്ടികളുമായിട്ടുള്ള ബോണ്ടിങ് ഏറ്റവും സ്ട്രോങ് ആക്കുക എന്നുള്ളത് തന്നെയാണ്. ഹായ് നല്ല ഹായ് വന്ദന പറയൂ. ഹായ് നല്ല ഐ ഓപ്പണിംഗ് സെഷൻ ആയിരുന്നു. അടിപൊളി ക്ലാസ് ആയിരുന്നു ആസ് യൂഷ്വൽ. പിന്നെ ക്ലാസ്സിൽ കയറി ഒത്തിരി ടേക്ക് അവേസ് ഉണ്ട്. കുറെയൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ സമയത്തിന്റെ കുറവ്, എന്നാലും ഈ പറഞ്ഞ പോലെ ഒരുമിച്ച് ഒരാളെങ്കിലും കൂടെ പോയി കിടക്കാനൊക്കെ നോക്കാറുണ്ട്. കളിക്കുടുക്കൊക്കെ വായിച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നമ്മളും ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്കൊരു കാര്യം ചോദിക്കാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ, കൂടുതലും ഞാൻ പറഞ്ഞല്ലോ, ആള് ഭയങ്കര ഷെയറിംഗ് ആണ്. എല്ലാവരും പറയാറുണ്ട് പ്രൊനൗൺസിയേഷൻ ഒക്കെ നല്ലതാണ്. അങ്ങനെ കുറെ ക്വാളിറ്റീസ് ഉണ്ട്. പക്ഷെ എനിക്ക് എപ്പോഴും മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, ആള് ഭയങ്കരമായിട്ട് സൗണ്ട് എടുക്കും. അതായത് ഇപ്പൊ നമ്മളൊരു ക്രൗഡിന്റെ ഉള്ളിലാണെങ്കിൽ, വീട്ടില് ഓക്കെ കുഴപ്പമില്ല, പക്ഷെ ഒരു ക്രൗഡിലാണെങ്കിലും ആള് ഭയങ്കരമായിട്ട് അഗ്രസീവ് ആവും. ചിലപ്പോ ഭയങ്കര ഉറക്കെ സംസാരിച്ചിട്ട് പെട്ടെന്ന് കരയും, ഉറക്കെ കരയും. അപ്പം കുട്ടിയാണ്, എല്ലാം ആണ്. പക്ഷെ എന്നാ പോലും നമ്മൾ അതെങ്ങനെ ഒരു മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നേ? അത് ഏത് സന്ദർഭത്തിൽ ആ കുട്ടി അങ്ങനെ പെരുമാറുന്നതെന്നൊന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആഹാ എന്ത് സിറ്റുവേഷൻ വരുമ്പോഴാണ്, ഇപ്പൊ ക്രൗഡ് ആണെങ്കിലും ആ. ആ ക്രൗഡിന്റെ ഉള്ളിൽ ഏത് സാഹചര്യത്തിലാ, അതായത് അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുമല്ലോ. അപ്പൊ നമ്മളൊരു ഫോർ എക്സാമ്പിൾ നമ്മളൊരു കല്യാണത്തിന് പോയിട്ട് ഫുഡ് കഴിക്കാനിരിക്കുക. അപ്പൊ പുള്ളി പറയുന്നത് പുള്ളിക്ക് ആ ഒരു സംഭവം വേണം കഴിക്കാനായിട്ട്. നമ്മൾ കുറച്ചെടുത്ത് കൊടുക്കും. പിന്നെ അപ്പൊ നമുക്കൊരു സോഷ്യൽ മാനേഴ്സ് ഉണ്ടല്ലോ, അപ്പൊ അത് കഴിഞ്ഞിട്ട് പോയപ്പോ നമ്മൾ ഒന്ന് റെസ്ട്രിക്ട് ചെയ്യാൻ നോക്കുമല്ലോ. ആ സമയത്ത് പുള്ളിക്കാരത് ആക്സെപ്റ്റ് ചെയ്യില്ല. നമ്മളത് അവിടെ വെച്ച് നമുക്ക് പറഞ്ഞു കൊടുക്കുന്നതിനൊരു പരിധി ഉണ്ടല്ലോ. ഓൺ ദി സ്പോട്ട് പോയി അത് ഒപ്പോസ് ചെയ്യും അവിടെ. 5 വയസ്സേ വീട്ടിലെ സാഹചര്യം ആണെങ്കിൽ അങ്ങനെ ഉണ്ടാവാറുമില്ല. ഇല്ല. വീട്ടില് നമ്മള് മോളെ നമുക്കത് മതിയല്ലോ എന്ന് പറയുമ്പോ ആ ഓക്കെ മതി അമ്മയെന്ന് പറയും. പക്ഷെ പുറത്തു പോകുമ്പം പിന്നെ ഈ പറഞ്ഞ പോലെ ഭയങ്കര അറ്റൻഷൻ സീക്കിംഗ് ആണ്. അപ്പൊ ആ ഒരു ഇതിനാന്ന് തോന്നുന്നു ഭയങ്കരമായിട്ട് ബഹളം വെക്കും. ബഹളമല്ല, ഭയങ്കര സൗണ്ട് എടുക്കും. 5 വയസ്സല്ലേ? അതെ അതെ. അത് പ്രധാനമായിട്ടേ ഒരു പ്രത്യേക സാഹചര്യമുണ്ട്. ഇനി വരുമ്പോഴാണെങ്കിലും അതൊന്ന് ക്ലിയർ ആയിട്ടൊന്ന് നോട്ടീസ് ചെയ്യുവാണെങ്കിൽ, ഇപ്പൊ ക്രൗഡ് ആണെങ്കിലും ക്ലിയർ ആയിട്ട് ഏതൊക്കെ സാഹചര്യത്തിലാണ് എന്നുള്ളത് ഒന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്യുവാണെങ്കിൽ നമുക്കതിന് ഒരു സൊല്യൂഷൻ ഉണ്ടാവും. ഹലോ സർ, പറഞ്ഞോളൂ. മൈസെൽഫ് ഷിജി മനോജ്. എനിക്ക് ഒരു ആസ് എ പേരന്റ് എനിക്ക് അറിയാവുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ തന്നെയാണ് സാർ ഇന്ന് ഷെയർ ചെയ്തത്. പക്ഷെ ഞാൻ അറിഞ്ഞോ അറിയാതെയോ കുറെ സ്ഥലത്ത് ഞാൻ സ്റ്റക്ക് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ നിന്ന് ഞാൻ മുന്നോട്ട് പോകണം എന്നുള്ളത് എനിക്ക് ഇന്നത്തെ ഒരു സെഷൻ കേട്ടപ്പോൾ മനസ്സിലായി. പിന്നെ ഞാൻ ഇംപ്രൂവ് ചെയ്യേണ്ട കുറെ സ്ഥലങ്ങളുണ്ട്. അതുപോലെ തന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകേണ്ട കുറെ സ്ഥലങ്ങളുണ്ടെന്നും എനിക്ക് മനസ്സിലായി. സോ താങ്ക് യു ഫോർ ദ സെഷൻ. താങ്ക് യു സർ. പലതും നമുക്കൊക്കെ അറിയാം, പക്ഷെ നമ്മുടെ ജീവിത തിരക്കുകളിലും ജീവിത സാഹചര്യങ്ങളിലും പലതും നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള സെഷനുകൾ അത്തരത്തിലുള്ള ചില ഓർമ്മപ്പെടുത്തലുകളാണ് അല്ലേ? അതെ സർ, തീർച്ചയായിട്ടും. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നത്, സമയം കൊടുക്കുക എന്നുള്ളതാണ്, പ്രത്യേകിച്ച് അവരുടെ ബാല്യത്തിൽ. അതിന് നമ്മുടെ പ്രൊഫഷനിലോ മറ്റു കാര്യങ്ങളിലോ വരുന്ന നഷ്ടമായിട്ട് കൺസിഡർ ചെയ്യരുത്. Okay. Thank you, Shichaji. Thank you all. Thank you so much, Jason sir, for such a heartfelt and eye-opening session. Today's topic touched the core of every parent here. Your insights on communication, playfulness, and emotional bonding in parenting were truly enlightening. As part of Skills Sprint 2025, this session definitely marks another powerful step in the empowering of our community. Thank you once again. Now I invite JC Anjana to propose the vote of thanks. On behalf of JCI Tripurayar, I extend my sincere gratitude to JCI Senator Jason Arakil for sharing such valuable wisdom and experience with us today. Your ability to communicate complex parenting concepts with simplicity, humor, and empathy was truly impactful. Thank you for inspiring us to become better parents, caregivers, and humans. I also thank our members, leaders, and participants who joined us today and made this session meaningful. A big salute to our Skills Sprint 2025 team, especially our President JC Krishna TS, Secretary JC Abhishek, Treasurer JC Ankit PS, and VP Training JC Sitesh for consistently curating such impactful session week after week. Let's keep the learning spirit alive.
See you all next Sunday for session 22. Till then, take care and keep growing. Thank you. Thank you all. So the learning never stops. See you next week for the next sprint. Thank you. Thank you, Jason sir. Thank you and God bless. Thank you so much.